സോ നെക്സ്റ്റ് സർചാർജ് ആണ് നിൽക്കട്ടെ. സർചാർജ് നമുക്ക് മാർജിനൽ റിലീഫും റിബേറ്റും കഴിഞ്ഞിട്ട് സർചാർജിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ നെക്സ്റ്റ് മാർജിനൽ റിലീഫ്. സോ നമ്മുടെ ഫോർമാറ്റ് നമ്മുടെ എന്താണ് ബേസിക് ടാക്സിൻ്റെ ഫോർമാറ്റ്? ബേസിക് ടാക്സ്, ദെൻ ആഡ് സർചാർജ്, അതിന് സബ് ടോട്ടൽ, അതിനുശേഷം റിബേറ്റ് ഓർ മാർജിനൽ റിലീഫ്, അതിനുശേഷം സെസ് കുറയ്ക്കാവുള്ളൂ, സെസ് ആഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ എപ്പോൾ നമുക്ക് മാർജിനൽ റിലീഫ് കിട്ടും, എപ്പോൾ നിങ്ങൾക്ക് റിബേറ്റ് കിട്ടും? സോ അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, എന്താണ് മാർജിനൽ റിലീഫ്? ഓക്കെ, മാർജിനൽ റിലീഫ് ആർക്ക് മാത്രമേ ഉള്ളൂ? സർചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ? മാർജിനൽ റിലീഫ് ഉള്ളൂ. ഓക്കെ, സർചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ എന്തോ കിട്ടുള്ളൂ? നിങ്ങൾക്ക് മാർജിനൽ റിലീഫ് ഉള്ളൂ. മീൻസ് സർചാർജിൻ്റെ സ്ലാബ് ഈ 50, 1, 2, 5 ഇതൊക്കെ ഏതാ സർചാർജിൻ്റെ സ്ലാബ്. സോ സർചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിലേ നിങ്ങൾക്ക് എന്തുള്ളൂ? മാർജിനൽ റിലീഫ് ഉള്ളൂ. സോ അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. സർചാർജ് പറഞ്ഞിട്ട് മാർജിനൽ റിലീഫ് പറയാൻ പറ്റുള്ളൂ. സോ സർചാർജ് എന്താണെന്ന് മനസ്സിലായാലേ അതിൻ്റെ കറസ്പോണ്ടിങ് മാർജിനൽ റിലീഫ് പറയാൻ പറ്റുള്ളൂ. സോ മാർജിനൽ റിലീഫ് എന്താണെന്ന് മാത്രമേ പുറത്താൽ മതി. സർചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിലേ നിങ്ങൾക്ക് എന്തുള്ളൂ? മാർജിനൽ റിലീഫ് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് റിബേറ്റ്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഈ സെക്ഷൻ നമ്പർ പഠിക്കണം. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഓക്കെ, ഞാൻ ഇതുവരെ ഒരു സെക്ഷൻ നമ്പർ പഠിക്കാൻ പറഞ്ഞില്ല. സോ ഫസ്റ്റ് സെക്ഷൻ 87A. എന്താ 87A? റിബേറ്റ്. സോ 87A നമുക്ക് എപ്പോൾ റിബേറ്റ് കിട്ടും, എത്ര എമൗണ്ട് റിബേറ്റ് കിട്ടും, എപ്പോൾ റിബേറ്റ് കിട്ടും, എത്ര എമൗണ്ട് റിബേറ്റ് കിട്ടും? സോ നമുക്ക് ഏത് റെജിമുണ്ട്? DTR ഉണ്ട്, OTR ഉണ്ട്. സോ DTRൽ എപ്പോൾ റിബേറ്റ് കിട്ടും, OTRൽ എപ്പോൾ റിബേറ്റ് കിട്ടും? സോ ഇനി നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം DTRൽ എന്ത് കിട്ടും, OTRൽ എന്ത് കിട്ടും? സോ രണ്ട് ഡിഫറൻറ്റ് ആയിരിക്കാം, ചിലപ്പോൾ രണ്ട് സെയിം ആയിരിക്കും. ചിലപ്പോൾ OTR മാത്രമായിരിക്കും, ചിലപ്പോൾ DTR മാത്രമായിരിക്കും. ഡിഫറൻ്റ് ഉള്ള കേസ് ഉണ്ട്. സോ ഇത് OTRൽ ഒരു രീതിയിലും DTRൽ വേറെ രീതിയിലുമാണ്. ഓക്കെ, സോ ഫസ്റ്റ് OTR നോക്കാം. റിബേറ്റ് അണ്ടർ 87A അണ്ടർ ഓപ്ഷണൽ ടാക്സ് റെജിം. ഈസിയാണ്. ഓക്കെ, ഓപ്ഷണൽ ടാക്സ് റെജിം. സോ നമുക്ക് പറഞ്ഞു നമ്മുടെ സ്ലാബ് റേറ്റ് എങ്ങനെ വരിക? OTRൽ നോർമൽ 0 to 2.5, 2.5 to 5, 5 to 10, 10 അബവ്, ഇതെല്ലാം നമ്മുടെ സ്ലാബ് റേറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ഇൻകം ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഉള്ളുവെങ്കിൽ, ഗവൺമെൻറ് നിങ്ങൾക്ക് എന്ത് തരും? റിബേറ്റ് തരും. സോ ഇനീഷ്യലി നിങ്ങൾക്ക് അപ് ടു 2.5 എന്തുണ്ട്? ടാക്സ് ഇല്ല, അല്ലേ? അതെന്താണ്? ബേസിക് എക്സംഷൻ ലിമിറ്റ്. സോ അതായത് 2.5 ലക്ഷം വരെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? ടാക്സ് ഇല്ല. ഇനി നിങ്ങളുടെ ഇന്ത്യ 2.5 ലക്ഷം കടന്നു. ഓക്കെ, 2.5 ലക്ഷം കടന്നു, പക്ഷേ 5 ലക്ഷം എക്സീഡ് ചെയ്തിട്ടില്ല. 2.5 കടന്നു, 5 ലക്ഷം എക്സീഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് സ്ലാബിൻ്റെ ബ്രാക്കറ്റിലായിരിക്കും? ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 3.5 ലാഖാണ് നിങ്ങളുടെ ഇൻകം. സോ നിങ്ങൾ ഏത് സ്ലാബിലേക്ക് കിടക്കുക? 5% സ്ലാബിലേക്ക് കിടക്കുക, അല്ലേ? എന്തുണ്ട്? ഫസ്റ്റ് ഇനീഷ്യൽ 0 to 2.5 ഇല്ല, പിന്നെ എത്ര വരും? 2.5 to 3.5, അത്രയല്ല നമുക്ക് ഇൻകം ഉള്ളൂ. അതിന് എത്ര ശതമാനം വരും? 5% വരും. സോ എത്ര വരും എമൗണ്ട്? ആ 1 lakhിൻ്റെ 5%, സോ 5,000 വരും. അതിൽ നമുക്ക് ടാക്സ് റേറ്റ് വരിക. സോ അതാണ് നമ്മുടെ ടാക്സ് ആയിട്ട് വരിക. പക്ഷേ നിങ്ങളുടെ ഇൻകം 5 ലക്ഷം എക്സീഡ് ചെയ്തോ? ഇല്ല, 5 ലക്ഷം എക്സീഡ് ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ് പറയുവാണ്, ഒന്നെങ്കിൽ നിങ്ങളുടെ ടാക്സ് എത്രയായിരുന്നു? 5,000, അല്ലെങ്കിൽ 12,500, വിച്ച് എവർ ഈസ് ലോവർ. നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് നിങ്ങൾ ഈ കേസ് ടാക്സ് അടയ്ക്കണോ? വേണ്ട. സോ ആ കേസിൽ നമ്മൾ എന്ത് അടയ്ക്കേണ്ട ആവശ്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം. പക്ഷേ ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻകം എത്ര താഴെ ആയിരിക്കണം? 5 lakh താഴെ ആയിരിക്കണം. അത് മാത്രമുള്ള കണ്ടീഷൻ അല്ല. നമ്മൾ ആരായിരിക്കണം? ഇൻഡിവിജ്വൽ ആയിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിരിക്കണം, റെസിഡൻസ്. സോ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ എല്ലാ കേസും ഇൻഡിവിജ്വൽസിൻ്റെ മാത്രമായതുകൊണ്ട് റെസിഡൻസ് എന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ആരും മാത്രമേ ഉള്ളൂ? ഇൻഡിവിജ്വൽസിൻ്റെ കേസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ ഇൻഡിവിജ്വൽ എന്തായാലും ആണ്, പ്ലസ് എന്തും കൂടെ ആവണം? റെസിഡൻ്റ് ആണ്. NR ആണെങ്കിൽ എന്ത് കിട്ടില്ല? റിബേറ്റ് കിട്ടില്ല. ഓക്കെ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തില്ല? റിബേറ്റ് ഇല്ല. ഓക്കെ, ഇനി എത്ര എമൗണ്ട് റിബേറ്റ്? നമ്മുടെ ടാക്സോ അല്ലെങ്കിൽ 12,500, ഒന്നെങ്കിൽ നമ്മുടെ ടാക്സ് എത്ര എമൗണ്ട് ആയിരുന്നു? ടാക്സ് വാട്ട് എവർ ആ ടാക്സ്, ഓർ 12,500, വിച്ച് എവർ ഈസ് ലോവർ. അതാണ് നമ്മുടെ റിബേറ്റ്. ഈ റിബേറ്റ് എപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം? ബേസിക് ടാക്സ് കഴിഞ്ഞാൽ, സർചാർജ് കഴിഞ്ഞാൽ, ദെൻ റിബേറ്റ്. സർചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിബേറ്റ് ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? സർചാർജ് എപ്പോഴായിരിക്കും ഉണ്ടാവുള്ളൂ? സർചാർജ് നിങ്ങൾക്ക് 50 ലക്ഷം കടന്നാലേ എന്തുള്ളൂ? സർചാർജ് ഉള്ളൂ. ഈ റിബേറ്റ് എപ്പോഴേ കിട്ടുള്ളൂ? 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ, അല്ലേ? സോ അപ്പോൾ സർചാർജ് റിബേറ്റ് ഒരുമിച്ച് വരുമോ? ഇല്ല. സർചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? റിബേറ്റ് ഇല്ല. സർചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരാൻ സാധനം എഴുതാം, മാർജിനൽ റിലീഫാണ്. ഓക്കെ, അതും ഓപ്ഷനിലാണ്, ഉണ്ടാവുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ സർചാർജ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എന്തില്ല? റിബേറ്റ് കിട്ടാനില്ല. സോ റിബേറ്റിൻ്റെ കാൽക്കുലേഷൻ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. റിബേറ്റ് എപ്പോഴേ ഉള്ളൂ? നിങ്ങളുടെ ഇൻകം 5 ലക്ഷത്തിൽ താഴെ നിൽക്കണം. ഓക്കെ, എത്ര കിട്ടുക റിബേറ്റ്? ഒന്നെങ്കിൽ നമ്മുടെ ടാക്സ്, അല്ലെങ്കിൽ 12,500, വിച്ച് എവർ ഈസ് ലോവർ ആണ് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇത് എപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം? നമ്മൾ സെസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് HEC ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം? ഈ റിബേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. സോ ബേസിക് ടാക്സ് കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യണം? റിബേറ്റ്. സർചാർജ് ഇല്ലെങ്കിൽ ഈ റിബേറ്റ് ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ബേസിക് ടാക്സ് കഴിഞ്ഞാൽ തന്നെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുക? റിബേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സോ അതിന് ശേഷമേ എന്ത് ആഡ് ചെയ്യാവുള്ളൂ? HEC ആഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഏത് റെജിമാണ്? ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷനിൽ ഇത്രയും കേസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഡിഫോൾട്ട് ടാക്സ് റെജിം. DTRൽ എത്ര എമൗണ്ട് റിബേറ്റ് കിട്ടും, എപ്പോൾ റിബേറ്റ് കിട്ടും? സെയിം. OTRലെ കണ്ടീഷൻ എന്തായിരുന്നു?
5 ലക്ഷവും റെസിഡൻസും അല്ലേ, റെസിഡൻറ്റും ആയിരിക്കണം, നിങ്ങളുടെ ഇൻകം 5 ലക്ഷത്തിൽ താഴെ നിൽക്കണം. സോ OTR 5,10,000 നിങ്ങളുടെ ഇൻകം. അങ്ങനെയാണ് റിബേറ്റ് കിട്ടുമോ? കിട്ടില്ല. ഒറ്റ കണ്ടീഷൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakhs. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കിട്ടില്ല, റെസിഡൻറ്റും ആയിരിക്കണം അല്ലേ. സോ ഇവിടെ 5 ലക്ഷം മാറി എത്രയായി? 12 ലക്ഷമായി. ഓക്കെ, DTR നമ്മുടെ ലിമിറ്റ് 12 ലക്ഷമാണ്. DTR ലിമിറ്റ് 12 ലക്ഷമാണ്. അതേപോലെ ആരും ആയിരിക്കണം? റെസിഡൻസും ആയിരിക്കണം. സോ റിബേറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? റെസിഡൻസിന് മാത്രമേ ഉള്ളൂ. OTR ആണെങ്കിലും DTR ആണെങ്കിലും റിബേറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? റെസിഡൻസിന് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി എത്ര എമൗണ്ട് റിബേറ്റ്? OTR എത്രയായിരുന്നു? ടാക്സ് ഓർ 12,500 വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ, സോ നമ്മൾ 12,500 നിങ്ങൾ മറന്നു തരുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്ലാബ് ആയിരുന്നു 0 to 2.5, ദെൻ 2.5 to 5 lakh. അതല്ലേ നമ്മുടെ സ്ലാബ്. ഓക്കെ, സോ നിങ്ങളുടെ ഇൻകം കറക്റ്റ് 5 lakh ആണ്. എത്ര വരും നിങ്ങൾക്ക് ടാക്സ്? 2,50,000 മേലെ 5%, എത്രയായി? 12,500. അതാണ് റിബേറ്റ് എമൗണ്ട്. ഏതാ? നിങ്ങളുടെ 5 ലക്ഷം വരെ ഉള്ള ഇൻകത്തിൻ്റെ മേലെയുള്ള ടാക്സ്. സോ നിങ്ങൾക്ക് 5 ലക്ഷം വരെ നോർമൽ ഇൻകം ആണെങ്കിൽ, സ്പെഷ്യൽ ഇൻകം അല്ല, നോർമൽ ഇൻകം. സ്പെഷ്യൽ ഇൻകം ലൈക്ക് ക്യാപിറ്റൽ ഗെയിൻ, ലോട്ടറി ഇൻകം, അതേപോലെ സ്പെഷ്യൽ ഇൻകംസ് ഒന്നുമല്ല, നോർമൽ സാലറിയോ PGBPയോ IFOസോ നോർമൽ ഇൻകം ആണെങ്കിൽ അതിൻ്റെ ടാക്സ് എമൗണ്ട് ആണ് ഇത്, ഈ 12,500. ഓക്കെ, അതാണ് നമുക്ക് എവിടെ കിട്ടുക? OTR കിട്ടുക. ഓക്കെ, OTR 5 അല്ലേ ലിമിറ്റ്? 5 ലക്ഷം അല്ലായിരുന്നു ലിമിറ്റ്. സോ ആ ലിമിറ്റിൻ്റെ കറസ്പോണ്ടിങ് ടാക്സ് ആണ് 12,500. ഇവിടെ ലിമിറ്റ് എത്രയായി? 12 ലക്ഷം. 12 ലക്ഷം വരുമ്പോൾ ടാക്സ് എത്ര വരും? ആ 12 ലക്ഷത്തിൻ്റെ ടാക്സ് ആണ് 60,000. ക്ലിയർ ആയോ? ലിമിറ്റ് ഇവിടെ എത്ര? 12. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ടാക്സ് ആണ് 60,000 അല്ലേ. ഫസ്റ്റ് സ്ലാബ് ഏതാ? 0 to 4 എത്രയാ? നില്ല്. ദെൻ 4 to 8 എത്ര ശതമാനം വരും? 5%. എത്ര എമൗണ്ട് ആയി? 20,000 അല്ലേ. ഡിഫറൻസ് 4 lakh അല്ലേ. സോ 4 lakhൻ്റെ മേലെ 5%, 20,000 വന്നു. ദെൻ നെക്സ്റ്റ് 8 to 12 അവിടെ വരെയല്ലേ ഉള്ളൂ. സോ അപ്പോൾ എത്ര വന്നു? വീണ്ടും 10% എത്രേൻ്റെ മേലെ? 4 lakhൻ്റെ മേലെ. സോ അപ്പോൾ എത്ര വന്നു? 40,000. സോ അപ്പോൾ എത്രയാണ് ടോട്ടൽ? 60,000. ഓക്കെ, സോ നമ്മുടെ ലിമിറ്റ് 12 ലക്ഷം. സോ ആ 12 ലക്ഷം വരെയുള്ള നോർമൽ ഇൻകത്തിൻ്റെ ബേസിക് ടാക്സ് അതാണ് ഇത്, ഈ 60,000. ഓക്കെ, സോ അപ്പോൾ ഏതാ ലോവർ ഓഫ് ബേസിക് ടാക്സോ 60,000 വിച്ച് എവർ ഈസ് ലോവർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? റിബേറ്റ് ആയിട്ട് കിട്ടുക. ഏതിൽ? ഡിഫോൾട്ടിൽ. എപ്പം? എന്തൊക്കെ കണ്ടീഷൻസ്? നിങ്ങളുടെ ഇൻകം എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല? 12 lakh. സോ ഇൻകം 12 ലക്ഷം എക്സീഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആരും ആയിരിക്കണം? റെസിഡൻറ്റും ആയിരിക്കണം. സോ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. എത്ര എമൗണ്ടാണ്? ഒന്നെങ്കിൽ നമ്മുടെ ടാക്സ്, അല്ലെങ്കിൽ 60,000 വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ, ഇനി OTR 5 ലക്ഷം കടന്നാൽ നമുക്ക് റിബേറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല. 5 ലക്ഷം കടന്നാൽ നമുക്ക് എന്തില്ല? റിബേറ്റ് കിട്ടില്ല. പക്ഷേ DTR 12 ലക്ഷം കടന്നാലും നമുക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. ഓക്കെ, സോ OTR DTR നമ്മൾ മെയിൻ ഡിഫറൻസ് ഒന്നാണ്. OTR എപ്പോൾ മാത്രമേ റിബേറ്റ് ഉള്ളൂ? ഇൻകം ലെസ് ദാൻ 5 lakh ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakh ആയിരിക്കും. ജസ്റ്റ് എക്സീഡ് ചെയ്താൽ ലൈക്ക് 5,10,10 രൂപ എത്ര കൂടിയിട്ടുള്ളൂ? വെറും 10 രൂപ കൂടിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് റിബേറ്റ് കിട്ടുമോ? കിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഇൻകം 5,10,000 ആയിരുന്നു. നിങ്ങൾ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കണം? OTR എത്ര എമൗണ്ട് വരും? അപ് ടു 2.5 നില്ല്. 2.5 to 5 12,500. പിന്നെ എത്ര രൂപയുണ്ട്? പിന്നെ 10 രൂപയേ ഉള്ളൂ. 10 രൂപയ്ക്ക് മേലെ എത്ര ശതമാനം വരും? 20%. ഓക്കെ, എന്നാൽ 10 വിട്ട് 100 ആക്കിക്കും. 20% പറയുമ്പോൾ എത്രയായി? 20 രൂപ അല്ലേ. സോ അപ്പോൾ എത്ര വന്നു ടോട്ടൽ? 520 പ്ലസ് എന്തും കൂടെ ആഡ് ചെയ്യണം, 4% സെസ്. സോ അപ്പോൾ എത്ര കിട്ടി? ഇവിടെ റിബേറ്റ് കിട്ടുമോ? കിട്ടൂല. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakh ആണോ? അല്ല. സോ നമുക്ക് റിബേറ്റ് കിട്ടില്ല. സോ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കണം? 13,000 13,020. ഓക്കെ, 13,020 നമ്മൾ അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. പക്ഷേ നമ്മുടെ ഇൻകം ജസ്റ്റ് 100 രൂപ കുറവായിരുന്നെങ്കിലോ? ഇപ്പം നിങ്ങൾക്കില്ല, ജസ്റ്റ് 5,100 അല്ലേ പറഞ്ഞേ. സോറി, കറക്റ്റ് എക്സാക്ട് 5 lakh ആയിരുന്നെങ്കിലോ എനിക്ക് എത്രയായി മാറിയേനെ? സോറി, ടാക്സ് എത്രയായി മാറിയേനെ? 12,500. പക്ഷേ നമുക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. സോ എഫക്റ്റീവ്ലി എത്ര അടച്ചാൽ മതി? 0. ഒന്നും അടയ്ക്കേണ്ട അല്ലേ. ജസ്റ്റ് 100 രൂപ എക്സീഡ് ചെയ്തപ്പോഴേക്കും നമ്മൾ എത്ര അടയ്ക്കേണ്ടി വന്നു? 13,020 അടയ്ക്കേണ്ടി വന്നു. വേണ്ടേ? വേണം. OTR 5 lakh ജസ്റ്റ് അബവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് അടച്ചിരിക്കണം? ഫുൾ എമൗണ്ട് ടാക്സ് അടയ്ക്കണം. നമുക്ക് എന്ത് കിട്ടില്ല? റിബേറ്റ് കിട്ടില്ല. പക്ഷേ ഈ ഇഷ്യൂ എവിടെയില്ല? DTR ഇല്ല. ഓക്കെ, ഈ ഇഷ്യൂ എവിടെയില്ല? DTR ഇല്ല. DTR നമുക്ക് ലെസ് ദാൻ 12 lakh ആണെങ്കിൽ നമുക്ക് റിബേറ്റ് കിട്ടും. എത്ര എമൗണ്ടോ? 60,000 ഓർ ബേസിക് ടാക്സ് വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് റിബേറ്റ് കിട്ടും. ഇനി ഇൻകം ഇതേപോലെ സെയിം സിനാരിയോ. ഓക്കെ, സെയിം സിനാരിയോ. നിങ്ങളുടെ ഇൻകം അപ് ടു 12 lakh ആയിരുന്നു, എക്സാക്ട് 12 lakh ആയിരുന്നു. DTR നിങ്ങൾ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കണം? നിങ്ങൾക്ക് ബേസിക് ടാക്സ് എത്ര വരും? ബേസിക് ടാക്സ് നമുക്ക് 60,000 കിട്ടും. പക്ഷേ നമുക്ക് എന്ത് കിട്ടും? ലെസ് റിബേറ്റ് കിട്ടും അല്ലേ. സോ റിബേറ്റ് കിട്ടും. എത്ര എമൗണ്ട്? 60,000 രൂപ തന്നെ റിബേറ്റ് കിട്ടും. സോ എന്തായി മാറി? 0 ആയിട്ട് മാറി. പക്ഷേ ഇൻകം 12,100 ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ 12,100 ആയിരുന്നെങ്കിലോ എത്രയായിട്ട് മാറി? ബേസിക് ടാക്സ് എത്രയായിട്ട് മാറും? ഇനീഷ്യൽ 0 to 4
നില്ല്. 4 to 8 20,000. ദെൻ 8 to 12 40,000. ദെൻ പിന്നെ എത്രയേ ഉള്ളൂ? പിന്നെ 100 അല്ലേ ഉള്ളൂ. 100ൻ്റെ മേലെ എത്ര ശതമാനം വരും? പിന്നെ അടുത്ത സ്ലാബ് ഏതാ? 0, 5, 10. അടുത്ത സ്ലാബ് ഏതാ? 15. സോ എത്ര ശതമാനം? എത്രയായി? 15 രൂപയിലേ വരുള്ളൂ. 100ൻ്റെ വില 15%. 15. സോ എത്രയായി? 60,015. സോ ഇതാണ് നമ്മുടെ ബേസിക് ടാക്സ്. നമ്മൾ ആദ്യം പഠിച്ച പ്രൊവിഷൻ പ്രകാരം നമുക്ക് റിബേറ്റ് കിട്ടുമോ? ഇല്ല. ഫസ്റ്റ് പ്രൊവിഷൻ നമ്മൾ ഏതാ പഠിച്ചത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 lakh ആണെങ്കിൽ റിബേറ്റ് കിട്ടും. എത്ര എമൗണ്ട് കിട്ടുമായിരുന്നു? 60,000 കിട്ടുമായിരുന്നു അല്ലേ? ഇനി ഇവിടെ നമുക്ക് റിബേറ്റ് കിട്ടും. എങ്ങനെ? 12 lakh എക്സീഡ് ചെയ്താൽ. പക്ഷേ ഫുൾ എമൗണ്ട് അല്ല റിബേറ്റ് ആയിട്ട് കിട്ടും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എത്ര എമൗണ്ട് റിബേറ്റ് കിട്ടും? എത്ര എമൗണ്ട് കിട്ടും? ഫസ്റ്റ് ടോട്ടൽ ഇൻകം മൈനസ് 12 lakh കമ്പ്യൂട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 12,100,000 മൈനസ് 12,00,000. അപ്പോൾ എത്രയായി? 100. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എ. ഓക്കെ. സോ ആദ്യം 12 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഇൻകം ഉണ്ടെന്ന് നോക്കാം അല്ലേ? സോ ഇവിടെ എത്ര എമൗണ്ട് ഇൻകം കൂടിയുള്ളൂ? 100 രൂപ ഇൻകം കൂടിയുള്ളൂ. സോ 100 രൂപ ഇൻകം കൂടിയപ്പോൾ 0 ആയിരുന്ന ടാക്സ് എത്രയായിട്ട് മാറി? 60,015 ആയിട്ട് മാറി അല്ലേ? സോ 100 രൂപ ജസ്റ്റ് ഇൻകം കൂടിയപ്പം 60,015 ആയിട്ട് കൂടി. സോ ദെൻ കമ്പ്യൂട്ട് ബേസിക് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം. എത്ര കിട്ടി? 60,015. ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ ദെൻ റിബേറ്റ് ഈക്വൽ ടു ബി മൈനസ് എ. ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ ദെൻ റിബേറ്റ് ഈക്വൽ ടു ബി മൈനസ് എ. ബി ഗ്രേറ്റർ ദാൻ എ ആണോ? ബി എത്രയാ? 60,015. എ എത്രയാ? 100 രൂപയുള്ളൂ. സോ എത്ര റിബേറ്റ്? ബി മൈനസ് എ. എത്ര എമൗണ്ട് വന്നു? 59,950 അല്ലേ? സോ ഇതാണ് എന്ത്? നിങ്ങളുടെ റിബേറ്റ്. സോ അപ്പോൾ എത്ര എമൗണ്ട് നിങ്ങൾ ടാക്സ് അടയ്ക്കണം? സോ ഇതാണ് നമ്മുടെ ബേസിക് ടാക്സ് കിട്ടി. സോ ഇതിൽ നമുക്ക് എന്ത് കുറയ്ക്കാം? റിബേറ്റ് കുറയ്ക്കാം. സോ എത്ര വന്നു റിബേറ്റ്? 59,915. സോ അപ്പോൾ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കണം? 100. ഓക്കെ. പ്ലസ് എന്തും കൂടെ വരും? 4% HC കൂടെ വരും. ഓക്കെ. സോ എഫക്റ്റീവ്ലി നിങ്ങൾ ഈ സ്റ്റെപ്പ് വെച്ച് തന്നെ കമ്പ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഏതേ വരുള്ളൂ? നിങ്ങളെ എക്സസ് എമൗണ്ട്. ഇവിടെ എത്ര ഉള്ളൂ എക്സസ്? നിങ്ങൾ എത്രയാണോ ഇൻകം എക്സസ് ആ എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് തരുള്ളൂ. നിങ്ങൾ ഏത് കമ്പ്യൂട്ട് ചെയ്താലും അത്രേ വരുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങൾക്ക് റിബേറ്റ് എത്രയാണെന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് 100 എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? ഈ റിബേറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ. ഈ 59,915 എന്നുള്ള റിബേറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ റിവേഴ്സ് വർക്ക് ചെയ്താൽ മതി. നമുക്ക് എന്താ കിട്ടുള്ളൂ? ഈ 100 കിട്ടുള്ളൂ. എന്തായാലും അത് എന്തിന് ഈ 100 കിട്ടുള്ളൂ. ബേസിക്കിൻ്റെ മേലെ ടാക്സ് എത്രയുണ്ട്? ഈ 60,015 ഉണ്ട്. സോ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്ത് വരിക? റിബേറ്റ് ആയിട്ട് വരിക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 12,35,000 ഇതിൻ്റെ മേലുള്ള റിബേറ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് ഇൻകം 12,35,000 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് റിബേറ്റ് വരും? 12,30,000 ഇൻകം 35,000 ഇൻകം ഉണ്ടെങ്കിൽ എത്ര എമൗണ്ട് റിബേറ്റ് വേണം? സോ ഫസ്റ്റ് നമ്മൾ ആദ്യം ഏത് കമ്പ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞേ? ബേസിക് ടാക്സ് ആണോ ആദ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഏതായിരുന്നു? ടോട്ടൽ ഇൻകം മൈനസ് 12 lakh അല്ലേ? സോ 12 ലക്ഷത്തിന് മേലെ എത്ര എമൗണ്ട് ഇൻകം ഉണ്ട്? എത്ര എമൗണ്ട് ഉണ്ട്? 35,000. സോ അതാണ് നമുക്ക് 12 ലക്ഷത്തിന് മേലെയുള്ള ഇൻകം. ദെൻ ബിയിൽ എന്തായിരുന്നു? ഇതിൻ്റെ മേലെയുള്ള ബേസിക് ടാക്സ്. എത്ര എമൗണ്ട് ഉണ്ട്? എത്ര വരും? ഇനീഷ്യൽ 0 to 4 നില്ല്. 4 to 8 20,000. ദെൻ 8 to 12 40,000. ദെൻ പിന്നെ എത്രയുണ്ട്? 12 lakh to 12 lakh 35,000 വരെ ഉള്ളൂ. സോ അപ്പോൾ 35,000 ഇൻറ്റു 15%. 35,000 ഇൻറ്റു 15%. സോ അപ്പോൾ എത്രയായി? 5250. സോ അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 65,250. ഇതെല്ലാം വരുന്ന ടാക്സ്. സോ നമ്മുടെ ബേസിക് ടാക്സ് എന്ന് പറഞ്ഞാൽ 65,250. സോ അപ്പോൾ എത്ര റിബേറ്റ്? ബി മൈനസ് എ ആണ് നമ്മുടെ റിബേറ്റ്. എത്ര വന്നു? 30,250 അല്ലേ? സോ ഇതാണ് നമ്മുടെ റിബേറ്റ്. സോ അപ്പോൾ എത്ര വരും ടാക്സ്? ടാക്സ് അപ്പോൾ എത്ര വരും? എത്ര? ഏതിൻ്റെ മേലെ റിബേറ്റ് ആഡ് ചെയ്യണ്ടേ? ഇതിൻ്റെ മേലെയാണോ? ഇത് നിങ്ങളുടെ റിബേറ്റ്. സെസ് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ മേലെയാണ്. 35,000 അല്ലേ നിങ്ങൾ ടാക്സ് ലയബിലിറ്റി വരിക. സോ നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയാണ്? ബേസിക് ടാക്സ് എത്ര വന്നു? 65,250 ലെസ് റിബേറ്റ് എത്ര വന്നു? 30,250. സോ ബാക്കി എത്രയുണ്ട്? 35,000. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഫോർമാറ്റ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ റിബേറ്റ് മാത്രം ചോദിച്ചാൽ ഈ ഇവിടം വരെ ചെയ്യും. ഇവിടം വരെ നിങ്ങൾ കറക്റ്റാക്കും. അതുകൊണ്ട് നിങ്ങൾ 4% ആഡ് ചെയ്യും. പക്ഷേ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ മേലെ 30,250യുടെ മേലെ ആയിരിക്കും നിങ്ങൾ സെസ് ആഡ് ചെയ്ത് വെക്കാൻ പോകും. സോ അതുകൊണ്ടാണ് ഇനീഷ്യലി തന്ന ഫോർമാറ്റ് അതേപോലെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. സോ എല്ലാ ക്വസ്റ്റൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഫോർമാറ്റ് എഴുതി തന്നെ ശീലിക്കുക. സോ അല്ലെങ്കിൽ നിങ്ങൾ റിബേറ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ വേണം HC ആഡ് ചെയ്ത് വെക്കുക. സോ അത് ചെയ്യരുത്. ഇതിൻ്റെ മേലെ ചെയ്യുള്ളൂ. 35,000 മേലെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? 4% സെസ് ആഡ് ചെയ്യണം. സോ
400. സോ അപ്പോൾ എത്ര 36,400 ആണ് നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ക്ലിയർ ആയോ? സോ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻകം ജസ്റ്റ് അബവ് ആണെങ്കിൽ ഏതിന് 12 ലക്ഷത്തിന് മേലെയാണെങ്കിൽ, സോ DTR 12 താഴെയാണ് റിബേറ്റ് കിട്ടും, 12 മേലെയാണെങ്കിൽ റിബേറ്റ് കിട്ടും. 12 താഴെയാണെങ്കിൽ എങ്ങനെ റിബേറ്റ്? 12 താഴെയാണെങ്കിൽ ബേസിക് ടാക്സ് ഓർ 60,000 വിച്ച് എവർ ഈസ് ലോവർ. 12 മേലെയാണെങ്കിലോ? സോ നമ്മൾ ആദ്യം അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. അത് ഡയറക്റ്റ് അല്ല. എന്തൊക്കെ ചെയ്യണം? ആദ്യം ടോട്ടൽ ഇൻകം മൈനസ് 12 ലക്ഷം, അതായത് 12 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഇൻകം ഉണ്ടെന്ന് നോക്കണം. ദെൻ ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? റിബേറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? മാർജിനൽ റിലീഫിൽ ഉപയോഗിക്കുക. ഓക്കെ, മാർജിനൽ റിലീഫ് എപ്പോഴാണെന്ന് പറഞ്ഞേ? സർചാർജിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വരും? മാർജിനൽ റിലീഫ് വരും. സോ ഇതേ സിമിലർ കൺസെപ്റ്റ്, സെയിം എന്ന് പറയാൻ പറ്റില്ല, സിമിലർ, ഇതേ മോഡൽ കൺസെപ്റ്റ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞിരുന്നത്? നിങ്ങളുടെ ഇൻകം ജസ്റ്റ് എബോ ആയപ്പോൾ അല്ലേ? സോ ഇപ്പോൾ ഈ കേസിൽ നിങ്ങളുടെ ഇൻകം എത്രയേ ഉള്ളൂ? 12,30,000. ഇൻകം 12,30,000 അല്ലേ? നിങ്ങൾക്ക് ജസ്റ്റ് 12 ലക്ഷം ഉണ്ടായിരുന്നുള്ളെങ്കിലോ നിങ്ങൾ ടാക്സ് വരുമോ? ഇല്ല, ടാക്സ് 0 ആയിരുന്നു. നിങ്ങളുടെ ഇൻകം എത്രയേ കൂടിയുള്ളൂ? 30,000 രൂപയാണ് നിങ്ങളുടെ ഇൻകം കൂടിയുള്ളൂ അല്ലേ? സോ 30,000 കൂടിയപ്പോഴേക്കും നിങ്ങൾ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വന്നു? 65,250 ടാക്സ് അടയ്ക്കണം. സോ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ 65,250 ടാക്സ് അടയ്ക്കേണ്ട, പകരം ഏത് അടച്ചാൽ മതി? 12 ലക്ഷത്തിന് മേലെ നിങ്ങൾ എത്ര എമൗണ്ട് ഏൺ ചെയ്തോ അത്ര എമൗണ്ട് അടച്ചു. 12 ലക്ഷത്തിന് മേലെ എത്ര ഉണ്ടായിരുന്നു? 30,000 പ്ലസ് 4% സെസ്. ഓക്കെ, സോ 12 ലക്ഷത്തിന് തൊട്ട് താഴെ ആണെങ്കിൽ എക്സാക്ട് 12 ലക്ഷം ആണെങ്കിൽ നമുക്ക് ടാക്സ് ഒന്നും വരില്ല, അത് 0 എമൗണ്ട് ആവുമായിരുന്നു അല്ലേ? ജസ്റ്റ് 30,000 കൂടിയപ്പോൾ നമ്മൾ ടാക്സ് എത്ര കൂടി? 65,000 രൂപയായി ടാക്സ്. സോ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ 65,000 ടാക്സ് അടയ്ക്കേണ്ട, പകരം എത്ര അടച്ചാൽ മതി? 12 ലക്ഷത്തിന് മേലെ എത്ര എമൗണ്ട് ഉണ്ടോ അത്ര എമൗണ്ട് അടച്ചാൽ മതി. ഓക്കെ, 12 ലക്ഷത്തിന് മേലെ എത്ര എമൗണ്ട് ഉണ്ടോ അത്ര എമൗണ്ട് അടച്ചാൽ മതി, പ്ലസ് അതിൻ്റെ മേലെ 4% സെസ്. ഓക്കെ, സോ ഒന്ന് ഓർമ്മ ചെയ്തേ, നിങ്ങൾ ടോട്ടൽ ഇൻകം 13 ലക്ഷം. ടോട്ടൽ ഇൻകം 13 ലക്ഷം. ടോട്ടൽ ഇൻകം 13 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് റിബേറ്റ് കിട്ടും? ഇതിൻ്റെ റിബേറ്റ് വരില്ല. എന്തുകൊണ്ടാണ് വരില്ലാത്ത? ബി ഗ്രേറ്റർ ദാൻ എ അല്ല അല്ലേ? ബേസിക് ടാക്സ് എത്രയേ ഉള്ളൂ? 75,000 ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എത്ര ഉണ്ട് എക്സസ് ഇൻകം? 1 lakh. സോ ഏതെങ്കിലും നമ്മൾ ടാക്സ് അടയ്ക്കണ്ടേ? സോ റിബേറ്റ് ഉണ്ടോ? ഇല്ല. സോ നമ്മൾ ഏത് തന്നെ അടയ്ക്കണം? നമ്മുടെ ബേസിക് ടാക്സ് തന്നെ അടയ്ക്കണം. ബേസിക് ടാക്സ് പ്ലസ് 4% HEC കൂടെ ആഡ് ചെയ്ത് തന്നെ അടയ്ക്കണം. നമുക്ക് എന്ത് കിട്ടില്ല? റിബേറ്റ് കിട്ടില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയോ റിബേറ്റിൻ്റെ? ദെൻ നെക്സ്റ്റ് ഇനി ഒരു ഇത് കാര്യങ്ങളൂടെ, മാക്സിമം റിബേറ്റ് ലിമിറ്റ്. ആ നോട്ടും കൂടെ ഒന്ന് വായിച്ചേ. 2 കാര്യം കൂടെ ഉള്ളൂ. റിബേറ്റ് പഠിച്ചിടത്തെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. റിബേറ്റ് എമൗണ്ട് എത്രയായിരിക്കും? ബേസിക് ടാക്സ് ഓർ സർട്ടൻ ലിമിറ്റ് വിച്ച് എവർ ഈസ് ലോവർ. സോ അപ്പോൾ ഒരിക്കലും എന്ത് എക്സീഡ് ചെയ്യാൻ പാടില്ല? നമ്മൾ ടാക്സിനേക്കാൾ മേലെ പോകില്ല റിബേറ്റ്. ടാക്സ് എത്രയാണോ മാക്സിമം അത്രേ നമുക്ക് റിബേറ്റ് കിട്ടുള്ളൂ, അതിന് മേലെ റിബേറ്റ് ഇല്ല. ദെൻ ഫർദർ റിബേറ്റ് ഷാൽ നോട്ട് എക്സീഡ് ഇൻകം ടാക്സ് കമ്പ്യൂട്ട്സ് അണ്ടർ സെക്ഷൻ 115 BSc സെയിം. ദെൻ ഇത് ഓർത്ത് വെക്കണം, ടാക്സ് ഓൺ സ്പെഷ്യൽ ഇൻകം ഈസ് നോട്ട് എലിജിബിൾ ഫോർ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഏതിൽ മാത്രം? ഇതിപ്പോൾ ഏതിൻ്റെ താഴെ നോട്ടാ? OTR DTR? DTR. ഇത് DTR മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ, OTR ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, DTR താഴെ നോട്ട് ചെയ്തേക്കണേ. ഓക്കെ, ടാക്സ് ഓൺ സ്പെഷ്യൽ ഇൻകം ഈസ് നോട്ട് എലിജിബിൾ ഫോർ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87. ഏതൊക്കെയായിരിക്കും സ്പെഷ്യൽ ഇൻകം? ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ ഏതൊക്കെ സെക്ഷൻ വരും? 112, 112A, 11A. ക്യാഷ് ലിങ്ക് പറയുമ്പോൾ ഇത് വരും 30% വരുന്ന ലോട്ടറി പോലെയുള്ള ഇൻകംസ് വരും. സോ ഇതാണ് ഇത് ക്യാഷ് ലിങ്ക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് അടയ്ക്കേണ്ട ഇൻകത്താണ് സ്പെഷ്യൽ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഈ ഇൻകത്തിനൊന്നും എന്ത് കിട്ടില്ല? റിബേറ്റ് കിട്ടില്ല. ഏതിൽ? DTR.
ഓക്കെ, DTR ഈ പറയുന്ന കറസ്പോണ്ടിങ് ഇൻകത്തിനൊന്നും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, റിബേറ്റ് ഇല്ല. പക്ഷേ OTR നിങ്ങൾക്ക് കിട്ടും. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87 ഈസ് അലോഡ് ഫ്രം ബേസിക് ഇൻകം ടാക്സ് കമ്പയർഡ് ബിഫോർ ഹാഡിംഗ് പറഞ്ഞിട്ടെ. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87 however not available in respect of tax payable on long term capital gain under section 1112A. However, tax on other special income is eligible for rebate under section 87A under OTR. So ഏതിന് മാത്രമേ കിട്ടാത്തുള്ളൂ, 1112A മാത്രമേ റിബേറ്റ് കിട്ടില്ലാത്തുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ എവിടെ കിട്ടും? ബാക്കി നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം ഇല്ലേ, ഏതാ ഇതൊക്കെ എവിടെ കിട്ടും? ഓപ്ഷനിൽ കിട്ടും. ക്ലിയറായോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് സർചാർജ്, ടാക്സ് റേറ്റ് സർചാർജ്. ഓക്കെ, സോ നമ്മൾ ഇതിന് ജസ്റ്റ് റിബേറ്റിൽ ജസ്റ്റ് 12 lakh എബോ ഉണ്ടായിരുന്നപ്പോൾ എന്താ പറഞ്ഞത്? 12,30,000 എക്സാമ്പിൾ പറഞ്ഞില്ലേ? 12,30,000 എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻകം ജസ്റ്റ് 12 lakh എക്സീഡ് ചെയ്തു അല്ലേ? എക്സാക്ട് 12 lakh ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര വരുമായിരുന്നു? 0 ആയിരുന്നു. 30,000 കൂടിയപ്പോൾ എത്ര വന്നു ടാക്സ്? 30,000 കൂടിയപ്പോൾ എത്ര വന്നു? 65,250 വന്നു. അതായത് 30,000 രൂപ ഇൻകം കൂടിയപ്പോൾ നിങ്ങൾ ടാക്സ് 65,000 രൂപ കൂടി. സോ അപ്പോൾ ആ കേസിൽ നിങ്ങൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര എമൗണ്ട് ടാക്സ് അടച്ചാൽ മതി? ആ എക്സസ് ഉള്ള എമൗണ്ട് മാത്രം ടാക്സ് അടച്ചാൽ. ഇതേ കൺസെപ്റ്റാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുക? മാർജിനൽ ലീഫ് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ അതിന് മുന്നേ എന്തുണ്ടെങ്കിൽ സർചാർജ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് വരിക? മാർജിനൽ ലീഫ് വരിക. ഇനി എന്താ സർചാർജ്? നിങ്ങളുടെ ഇൻകം എക്സീഡ്സ് ലിമിറ്റ്, ഒരു സെർട്ടൈൻ ലിമിറ്റ് കടന്നാൽ 50 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി, അതായത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഹൈ ഇൻകം ഇൻഡിവിജ്വൽസിന് മാത്രമേ എന്ത് വരുള്ളൂ? സർചാർജ് വരുള്ളൂ. സാധാരണക്കാരന് ഒരിക്കലും എന്ത് വരില്ല? സർചാർജ് വരില്ല. എപ്പോൾ നിങ്ങൾ സർചാർജ് അടച്ചാൽ മതി? 50 ലക്ഷം എക്സീഡ് ചെയ്താൽ മിനിമം 50 ലക്ഷം കടക്കണം. മിനിമം നിങ്ങളുടെ ഇൻകം 50 കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ? സർചാർജ് ഉള്ളൂ. സോ 50 ലക്ഷത്തിന് മേലെ പോകുന്ന ഒരാൾ നോർമൽ ടാക്സ് മാത്രം അടച്ചാൽ മതിയോ? പോരാ, അയാൾ എക്സ്ട്രാ ടാക്സ് അടയ്ക്കണം. നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സും കൂടി വരും അല്ലേ? ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സും കൂടും. അത് സ്ലാബിൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമല്ല, റേറ്റും മാറും. ഇവിടെ അഡീഷണൽ എന്തും കൂടെ വന്നു? പുതിയൊരു ടാക്സും കൂടെ വന്നു. ഏതാ? സർചാർജ്. സോ നിങ്ങളുടെ ഇൻകം 50 ലക്ഷം കടന്നു. 50 ലക്ഷം കടന്നാൽ നോർമലി നിങ്ങളുടെ ഇൻകം 60 ലക്ഷം രൂപ കൂടിയും. നിങ്ങൾക്ക് ഇൻകം 60 ലക്ഷം രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ടാക്സ് എത്ര വരും? DTR നിങ്ങളുടെ ബേസിക് ടാക്സ് എത്ര വരും? 60 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് ടാക്സ് എത്ര വരും? ഏതാ സ്ലാബ്? 0 to 4, 4 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24 and 24 above. So ആദ്യത്തെ 0, then 20,000, 40,000, 60,000, 80, 1 lakh, then last 24 above എത്രയുണ്ട്? 60 lakh minus 24 lakh, 36 ലക്ഷം. അതിൻ്റെ മേലെ 30%, 10,80,000 അല്ലേ? സോ അപ്പോൾ എത്ര വന്നു ടോട്ടൽ? 13,80,000. ഇത്ര അല്ലേ ബേസിക് ടാക്സ് വരിക? സോ 13,80,000. ഇതാണ് നമ്മുടെ ബേസിക് ടാക്സ്. ഈ ടാക്സ് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, സോ 13,80,000 ആണ് നമ്മുടെ ബേസിക് ടാക്സ്. നോർമലി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മേലെ നിങ്ങൾ എന്തും കൂടെ ആഡ് ചെയ്താൽ മതി. HEC 4% അതും കൂടെ ആഡ് ചെയ്താൽ അത് എമൗണ്ടാണ് നമ്മുടെ ടോട്ടൽ ടാക്സ് പേയബിൾ ആയിട്ട് വരിക. പക്ഷേ നമ്മുടെ ഇൻകം എത്രയുണ്ട്? 60 ലക്ഷം രൂപയുണ്ട്. സോ 50 ലക്ഷം എക്സീഡ് ചെയ്തുകൊണ്ട് നമ്മൾ നോർമൽ ടാക്സ് മാത്രം അടച്ചാൽ മതിയോ? പോരാ, അഡീഷണൽ എന്തും കൂടെ അടയ്ക്കണം? സർചാർജും കൂടെ അടയ്ക്കണം. എത്ര സർചാർജ് റേറ്റ്? OTR-ലാണെങ്കിലും DTR-ലാണെങ്കിലും സെയിം റേറ്റ് ആണ്. എത്ര ശതമാനം? 10%. എവിടെ തൊട്ട് എവിടം വരെ? 50 തൊട്ട് 1 കോടി വരെ. 50 ലക്ഷം തൊട്ട് 1 കോടി വരെ. ഏതിനൊക്കെ? ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A, 112 ആൻഡ് 112A. 111A, 112 ആൻഡ് 112A. സോ ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ ഇൻകം ട്രീറ്റ് ചെയ്യുക. ഡിവിഡൻറ്റും ക്യാപിറ്റൽ ഗെയിനും. സോ ഡിവിഡൻറ്റും ക്യാപിറ്റൽ ഗെയിനും അടക്കം നിങ്ങളുടെ ഇൻകം എത്രയാണ്? 50 കടന്നു. പക്ഷേ എത്ര പോയിട്ടില്ല? 1 കോടി പോയിട്ടില്ല. 1 കോടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. മീൻസ് എക്സാക്ട് 1 കോടി ആണെങ്കിലും നിങ്ങൾക്ക് ഏതാ ആപ്ലിക്കബിൾ? ഈ സ്ലാബ് തന്നെ 10% ആപ്ലിക്കബിൾ. ഓക്കെ, 1 കോടിക്ക് മേലെ പോയാലേ അടുത്ത സ്ലാബിലേക്ക് പോകുള്ളൂ. എത്ര ശതമാനം? 15%. ക്ലിയർ ആയോ? സോ അപ്പോൾ ഇവിടെ നമ്മൾ എന്തും കൂടെ ചെയ്യണം. പ്ലസ് സെസ്സിന് മുന്നേ നമുക്ക് എന്ത് വരും? സർചാർജ് വരും. സർചാർജ് എത്ര ശതമാനം വരും? 10%. ഏതിൻ്റെ മേലെ? ടാക്സിൻ്റെ മേലെ. അത് മാറിപ്പോയത്. ഈ 10% ഏതിൻ്റെ മേലെ അപ്ലൈ ചെയ്യണ്ടേ? നിങ്ങളുടെ ബേസിക് ടാക്സിൻ്റെ മേലെ വേണം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ? സർചാർജ് അപ്ലൈ ചെയ്യാൻ. സർചാർജ് ഒരിക്കലും ഇൻകത്തിൻ്റെ മേലെയല്ല. സർചാർജ് ഇതിൻ്റെ മേലെയാണ്? ടാക്സിൻ്റെ മേലെ. സോ ഇപ്പോൾ ഇവിടെ എത്ര ഒരു അഡീഷണലി? ഒരു 1,38,000 കൂടെ വരും. സോ അപ്പോൾ എത്രയാണ് ടോട്ടൽ? 15,18,000 അല്ലേ? ഇനി ഇതിൻ്റെ മേലെ വേണം നമ്മൾ എന്താ ആഡ് ചെയ്യാൻ? സെസ് ആഡ് ചെയ്യാൻ. 4%. 15,80,000 മേലെ 4% സെസ് ആഡ് ചെയ്യും. സോ അതും കൂടെ വരുമ്പോഴായിരിക്കും എന്ത്? നമ്മുടെ ടോട്ടൽ ടാക്സ് പേയബിൾ കിട്ടുക. ക്ലിയർ ആയോ?
ഓക്കെ, ഇനി സോ ഇപ്പോൾ പറഞ്ഞ ലിമിറ്റ് ഏതിൻ്റെയാ? നിങ്ങൾ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ഇൻകം. ഓക്കെ, ഇവിടെ ഈ സ്പെഷ്യൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ്, ക്യാപിറ്റൽ ഗെയിൻ അത് മാത്രമേ ഓർക്കാവുള്ളൂ. മറ്റേ സ്പെഷ്യൽ ഇൻകം വേറെ, ക്യാഷ് ഇൻകം വേറെ. സോ ഈ സർചാർജിൻ്റെ കേസിൽ നമ്മൾ സ്പെഷ്യൽ ഇൻകം എന്ന് പറയുന്നത് ഇത് മാത്രമേ വരുള്ളൂ, ഡിവിഡൻറ്റും ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, സോ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് ഡിവിഡൻറ്റ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ എത്ര എക്സീഡ് ചെയ്താൽ നമുക്ക് സർചാർജ് വരിക? 50 ലക്ഷം. അപ് ടു 1 crore. അപ് ടു 1 crore ആണെങ്കിൽ എത്ര വന്നു? 10%. ഓക്കെ, അപ് ടു 1 crore ആണെങ്കിൽ 10%. ഇനി 1 crore എക്സീഡ് ചെയ്തു അപ് ടു 2 crore എത്ര വന്നു? 15%. ഇവിടം വരെ എല്ലാം ഓക്കെയാണ്. ഇവിടം വരെ നിങ്ങളെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് കൺഫ്യൂസ്. ഓക്കെ, 50 തൊട്ട് 1 കോടി വരെ ആണെങ്കിൽ 10%. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഇപ്പം 65 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം. സോ ഇതിനകത്ത് ഒരു 30 ലക്ഷം രൂപ നോർമൽ ഇൻകം, ബാക്കി ഒരു 35 ലക്ഷം രൂപ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സർചാർജ് വരുള്ളൂ? 10%. അല്ലേ? ടോട്ടൽ ഇൻകം എത്രയേ ഉള്ളൂ? 65 ലക്ഷം. എവിടെ കിടക്കും? 50നും 1 കോടിക്കും ഇടയ്ക്കല്ലേ? സോ എന്തേ ഉള്ളൂ? 10% നിങ്ങൾ സർചാർജ്. നിങ്ങൾ എന്ത് നോക്കണ്ട? ഇത് രണ്ടും സ്പെസിഫിക്കലി സ്പ്ലിറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു 65 ലക്ഷം അല്ല, 1 കോടി 70 ലക്ഷം ഉണ്ട്, അല്ലെങ്കിൽ 170 ലക്ഷം ഉണ്ട്. അങ്ങനെയാണെങ്കിലോ അന്നേരവും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കണ്ട. ടോട്ടൽ ഇൻകം നിങ്ങൾക്ക് 170 ലക്ഷം, അത് 1.7 crore ഉണ്ട്, ലെസ് ദാൻ 2 crore ഉള്ളൂ. അതിന് മേലെ നിങ്ങൾക്ക് എത്ര ശതമാനം വരുള്ളൂ? 15% വരുള്ളൂ. ഇതിന് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗെയിനും ഡിവിഡൻറ്റിനും. ഓക്കെ, അവിടെ എന്തില്ല? സ്പ്ലിറ്റ് ഇല്ല. അപ് ടു 2 crore നിങ്ങൾ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഡിവിഡൻറ്റ് അപ് ടു 2 crore ആണെങ്കിൽ നിങ്ങൾ ഇൻകം സ്പ്ലിറ്റ് ചെയ്യേണ്ട. ഓക്കെ, നോർമൽ ഇൻകം പ്ലസ് സ്പെഷ്യൽ ഇൻകം ലെസ് ദാൻ 2 crore ആണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട. എപ്പോഴും സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ? അത് എക്സീഡ് ചെയ്താലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ട കേസുള്ളൂ. ഓക്കെ, നോർമൽ പ്ലസ് സ്പെഷ്യൽ ഇൻകം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 കോടിക്ക് മേലെ പോയാൽ നമ്മൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് സെപ്പറേറ്റ് സർചാർജ് അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഇൻകം ഏതൊക്കെ? സ്പെഷ്യൽ ഇൻകം, ഡിവിഡൻറ്റും ക്യാപിറ്റൽ ഗെയിനും. സോ അതിൻ്റെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് എത്രയേ വരുള്ളൂ? 15% ഉള്ളൂ. അതിൻ്റെ മാക്സിമം റേറ്റ് 15%. അതായത് ഒരു സ്പെഷ്യൽ ഇൻകം നിങ്ങളുടെ 112 ഏതാ? 112 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി വിറ്റു, നിങ്ങൾക്ക് 10 കോടി രൂപ ഗെയിൻ കിട്ടി. 10 കോടി രൂപ ഗെയിൻ കിട്ടി. ഓക്കെ, അതിൻ്റെ മേലെ നിങ്ങൾക്ക് ടാക്സ് വരും, പ്ലസ് സർചാർജ് വരും. അല്ലേ? 10 കോടി ആയതുകൊണ്ട് സർചാർജ് വരും. എത്ര ശതമാനം സർചാർജ് വരും? എത്രയായാലും എത്ര വരുള്ളൂ? 50. മീൻസ് സ്പെഷ്യൽ ഇൻകത്തിന് ഇൻക്ലൂഡിങ് ഡിവിഡൻറ്റിന് മാക്സിമം എത്രയേ ഉള്ളൂ? 15% ഉള്ളൂ. പക്ഷേ നോർമൽ ഇൻകം 2 കോടി എക്സീഡ് ചെയ്താൽ അതിൻ്റെ ലിമിറ്റ് മാറും. 2 കോടി ടു 5 കോടി. 2 കോടി ടു 5 കോടി എത്ര റേറ്റ്? 25. OTR-ലും 25, DTR-ലും 25. ദെൻ നോർമൽ ഇൻകം 5 കോടി കടന്നു. ആ ലിമിറ്റ് OTR-ൽ മാത്രമേ ഉള്ളൂ. OTR-ൽ മാത്രമേ ഉള്ളൂ. എത്ര വരും? OTR-ൽ എത്രയായിട്ട് മാറും? 37. DTR അപ്പോൾ എത്ര തന്നെ ഉള്ളൂ? 25% ഉള്ളൂ. ഓക്കെ, 5 കോടി കടന്നാൽ അപ് ടു എത്ര കോടി വരെ പോയാലും 5 കോടി ടു ലിമിറ്റ് ഒന്നുമില്ല, മേലെ അപ്പുറത്തേക്ക് ലിമിറ്റ് ഒന്നുമില്ല. എത്ര കോടി വരെ പോയാലും എത്ര സർചാർജ്? OTR-ൽ 37, DTR-ൽ 25. ഓക്കെ, സ്പെഷ്യൽ ഇൻകത്തിന് മാക്സിമം 15%. ഓക്കെ, സോ നമ്മൾ ഇനീഷ്യലി പറഞ്ഞു 2 കോടി വരെ ആണെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ഒന്നും ചെയ്യേണ്ട. 50 ടു 1 കോടി 10%, എല്ലാ ഇൻകത്തിനും 10%. 1 കോടി ടു 2 കോടി എല്ലാ ഇൻകത്തിനും 15%. OTR-ൽ സെയിം, DTR-ൽ സെയിം, എവിടെ ഡിഫറൻസ് ഇല്ല. ഇനി എന്ത് നോക്കണം? നിങ്ങളുടെ നോർമൽ ഇൻകം, നോർമൽ പ്ലസ് സ്പെഷ്യൽ ഇൻകം. ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ വരിക ഡിവിഡൻറ്റ് പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ. ഇത് മാത്രമേ ഉള്ളൂ. സോ ഇത് രണ്ടും കൂടെ ചേർന്ന് 2 കോടി എക്സീഡ് ചെയ്തു, ഗ്രേറ്റർ ദാൻ 2 crore ആയി. ഓക്കെ, ഗ്രേറ്റർ ദാൻ 2 crore ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻകത്തിന് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിൽ എത്രയാണ് നോർമൽ ഇൻകം, എത്രയാണ് നോർമൽ, എത്രയാണ് സ്പെഷ്യൽ ഇൻകം എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ 2 ലിമിറ്റ് ഏതിൻ്റെ മാത്രം ലിമിറ്റാണ്? നോർമലിൻ്റെ ആണോ സ്പെഷ്യലിൻ്റെ ആണോ? സ്പെഷ്യലിന് എത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ലിമിറ്റ്? സ്പെഷ്യലിന് മാക്സിമം എത്രയേ ഉള്ളൂ? 15% ഉള്ളൂ. സോ അപ്പോൾ ഏതിൻ്റെ ലിമിറ്റ് ആയിരിക്കും? നോർമലിൻ്റെ ലിമിറ്റ് ആയിരിക്കും. അല്ലേ? സ്പെഷ്യലിന് എത്ര ഉള്ളൂ നമ്മൾ പറഞ്ഞു ഓൾറെഡി? 15%. സ്പെഷ്യൽ ഇൻകത്തിന് ഹയസ്റ്റ് സർചാർജ് റേറ്റ്, ടാക്സ് റേറ്റ് അല്ല, ഹയസ്റ്റ് സർചാർജ് റേറ്റ് എത്രയേ ഉള്ളൂ? 15%. 15% മുകളിൽ എന്തില്ല? സ്പെഷ്യൽ ഇൻകത്തിന് സർചാർജ് ഇല്ല. ഓക്കെ, സോ അപ്പോൾ ഇത് ഏതിൻ്റെ റേറ്റാണ്? നോർമൽ റേറ്റാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? 2 കോടി കടന്നാൽ നിങ്ങളുടെ നോർമൽ ഇൻകം എത്ര, സ്പെഷ്യൽ ഇൻകം എത്ര, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് നോക്കണം? നോർമൽ ഇൻകം എലോൺ 2 കോടി കടന്നിട്ടുണ്ടോ നോക്കണം. ഓക്കെ, 2 കോടി കടന്നാൽ നിങ്ങൾ ടോട്ടൽ ഇൻകം 2 കോടി കടന്നിട്ടുണ്ടെങ്കിൽ ആ 2 കോടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. എത്രയാണ് നമ്മുടെ നോർമൽ ഇൻകം, എത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻകം സ്പ്ലിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നോർമൽ ഇൻകം മാത്രം എത്രയുണ്ടെന്ന് നോക്കണം. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് നോർമൽ പ്ലസ് സ്പെഷ്യൽ ഇൻകം 2 കോടി കടന്നിട്ടുണ്ടോ നോക്കണം. ഓക്കെ, 2 കോടി കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക? ഈ 2 കോടിനെ എത്രയാണ് നോർമൽ, എത്രയാണ് സ്പെഷ്യൽ ഇൻകം എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നോർമൽ അലോൺ എത്ര ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, നോർമൽ മാത്രം ലെസ് ദാൻ 2 crore ആണെങ്കിൽ നോർമൽ അലോൺ ഇതെന്തായാലും എത്ര വരുള്ളൂ?
മാക്സിമം 15%. അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ടോട്ടൽ 2 കോടി കടന്നാൽ സ്പെഷ്യൽ ഇൻകം നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻകം 10 ലക്ഷം രൂപ ഉള്ളൂ. 10 ലക്ഷം രൂപ ഉള്ളെങ്കിൽ അതിന് മേലെ എത്ര വരും? 15% വരും. എന്തുകൊണ്ടാണ്? രണ്ടും കൂടെ ചേർക്കുമ്പോൾ 2 കോടി കടന്നു. ഓക്കെ, സ്പെഷ്യൽ ഇൻകം 10 ലക്ഷം രൂപ ഉള്ളെങ്കിൽ അതിൻ്റെ മേലെ 15% സർച്ചാർജ് വരും. റീസൺ ടോട്ടൽ എടുത്തപ്പോൾ 2 കോടി കടന്നു. ഓക്കെ, സോ ടോട്ടൽ 2 കോടി കടന്നാൽ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നോർമൽ എത്ര, സ്പെഷ്യൽ എത്ര. ഓക്കെ, അതിൽ നോർമൽ ലെസ് ദാൻ 2 crore ആണെങ്കിൽ എത്ര ശതമാനം വരും? ലെസ് ദാൻ 2 crore ആണെങ്കിൽ 15% വരും. ദെൻ 2 to 5 ആണെങ്കിൽ 25% വരും. 5 above ആണെങ്കിൽ 25 or 37. 25 or 37. ഏതിന് മാത്രം? നോർമൽ ഇൻകത്തിന് മാത്രം. ക്ലിയർ ആയോ? സോ അപ്പോൾ നമ്മുടെ ടോട്ടൽ നോർമൽ പ്ലസ് സ്പെഷ്യൽ ഇൻകം 2 കോടി കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എത്രയാണ് നിങ്ങളുടെ നോർമൽ ഇൻകം, എത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻകം എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യണം. ദെൻ സ്പെഷ്യൽ ഇൻകത്തിന് എത്രയേ ഉള്ളൂ ടാക്സ്? എത്ര സർചാർജ്? 15%. അത് ഈവൻ 1 ലക്ഷം ഉള്ളെങ്കിലും 15%, 10 കോടി ഉണ്ടെങ്കിലും 15%. അതിന് വേരി ചെയ്യില്ല. ഏതിന് മാത്രമേ വേരി ചെയ്യുള്ളൂ? നമ്മുടെ നോർമൽ ഇൻകത്തിൻ്റെ ടാക്സിൻ്റെ സർചാർജിനെ വേരിയേഷൻ ഉള്ളൂ. ഓക്കെ, ഇനി പിന്നെ നോക്കേണ്ട എന്താ? ടോട്ടൽ 2 കോടി കടന്നു, അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ മാത്രം എത്ര ഉണ്ടെന്ന് നോക്കണം. നോർമൽ മാത്രം ലെസ് ദാൻ 2 crore ആണെങ്കിൽ 15%. ഏതിന്? നോർമൽ ഇൻകത്തിൻ്റെ മേലെ. അപ്പോൾ സർചാർജ് സ്പെഷ്യൽ ഇൻകത്തിന് എത്ര വരിക? 15. ഓക്കെ, ഇനി നോർമൽ ഇൻകം 2-നും 5-നും അടയ്ക്കാം. അതിനാണെങ്കിൽ 25. OTR-ലും 25, DTR-ലും 25. സ്പെഷ്യൽ ഇൻകത്തിനോ? സ്പെഷ്യൽ ഇൻകത്തിന് അപ്പോഴും 15%. ദെൻ 5 കോടിക്ക് മേലെ പോയാൽ OTR-ൽ 37, DTR-ൽ 25. സ്പെഷ്യൽ ഇൻകത്തിന് അപ്പോഴും 15%. ക്ലിയർ ആയോ? സോ ഈ സർചാർജ് കൺഫ്യൂസിംഗ് ആണ്. ആദ്യത്തെ 10ഉം 15ഉം നിങ്ങൾ ശരിയാക്കും, ഇവിടെ നിങ്ങൾ കൺഫ്യൂസിംഗ് ആക്കും. ഓക്കെ, അതിനിവിടെ എന്ത് ചെയ്യണം? എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇത് ക്ലിയർ ആയോ? ഓക്കെ, എന്നാൽ അതിന് രണ്ടു ക്വസ്റ്റ്യൻ ഇരിക്കും. കേട്ടില്ല? ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ? ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ ഇൻകം എഴുതിക്കും. നിങ്ങൾ ടോട്ടൽ ഇൻകം ടോട്ടൽ 3 കോടി 40 ലക്ഷം രൂപയുണ്ട്. ടോട്ടൽ ഇൻകം നമുക്ക് മൊത്തം 3 കോടി 40 ലക്ഷം രൂപയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇൻകം 2 കോടി എക്സീഡ് ചെയ്തില്ലേ? ചെയ്തു. സോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൽ എത്രയാണ് നോർമൽ ഇൻകം, എത്രയാണ് സ്പെഷ്യൽ ഇൻകം എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതിൽ നമ്മുടെ നോർമൽ ഇൻകം ഒരു 1 കോടി 80 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 1 കോടി 80 ലക്ഷം രൂപ ഉണ്ടാകും. ബാക്കി നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ, സ്പെഷ്യൽ ഇൻകം ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു കൂട്ടിക്കും. സ്പെഷ്യൽ ഇൻകം ക്യാപിറ്റൽ. സോ ബാക്കി amount എത്രയുണ്ട്? 1 കോടി 60 ലക്ഷം രൂപ. അപ്പോൾ ടോട്ടൽ കാര്യമില്ലേ? നോർമൽ ഇൻകം 1 കോടി 80 ലക്ഷം രൂപ, ക്യാപിറ്റൽ ഗെയിൻ 1 കോടി 60 ലക്ഷം രൂപ. ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത് 20% കൺസിഡർ ചെയ്തു. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് പിന്നെ പഠിക്കാം. 20% റേറ്റ് ഉണ്ട്. 20% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരിക. സോ അപ്പോൾ അതിന് മാത്രം ടാക്സ് എത്രയായി? ഓക്കെ, സോ ഇവിടെ നമ്മൾ ബേസിക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 20%. എത്ര വന്നു? 1 കോടി 60 ലക്ഷത്തിൻ്റെ മേലെ 20%, അല്ലേ? എത്ര വന്നു? 32 lakh. ഇനി ടാക്സ് ഓൺ ബാക്കി എമൗണ്ട് എത്ര? 1 കോടി 80 ലക്ഷം. അതിന് മേലെ ബേസിക് ടാക്സ് അപ് ടു 0 to 4 നില്ല്, 4 to 8 20,000, 8 to 12 40,000, then 60,000, 80,000, 1 lakh. ബാക്കി എത്ര ഉണ്ട്? ബാക്കി നമ്മൾ എത്ര വരും? 1,80,000, 1 കോടി 80 ലക്ഷം മൈനസ് 24 ലക്ഷം ഇൻറ്റു 30%. എത്ര വന്നു? അവസാനത്തെ ടാക്സ് എത്ര വന്നു? 46,80,000, അല്ലേ? അപ്പോൾ എത്രയാണ് ടോട്ടൽ ടാക്സ്? 49,80,000. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ടാക്സ്. ഏതിൻ്റെ ടാക്സ് മാത്രം? നോർമലിൻ്റെ ടാക്സും. സ്പെഷ്യൽ ടാക്സ് എത്രയായിരുന്നു? 32 lakh. സോ അപ്പോൾ എത്രയാണ് ടോട്ടൽ ടാക്സ്? 49,80,000 ആണ് നമ്മുടെ നോർമൽ ഇൻകത്തിൻ്റെ ടാക്സ്. സോ അപ്പോൾ ടോട്ടൽ ടാക്സ് എന്ന് പറയുമ്പോൾ എത്ര വന്നു? 81 lakh. ഇതാണ് ഇത് നമ്മുടെ ബേസിക് ടാക്സ്, അല്ലേ? ബേസിക് ടാക്സ് അല്ലേ ആയുള്ളൂ. ഇനി എന്താ ആഡ് ചെയ്യണം? സർചാർജ് ആഡ് ചെയ്യണം. ദെൻ ആഡ് സർചാർജ്. ഓക്കെ, സർചാർജിൽ നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേ? ഇൻകം 2 കോടി എക്സീഡ് ചെയ്തു. 2 കോടി എക്സീഡ് ചെയ്താൽ സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്താൽ സ്പെഷ്യൽ ഇൻകത്തിന് എത്ര സർചാർജ് ഉള്ളൂ? 15%. ഇൻകം 2 കോടി കടന്നാൽ സ്പെഷ്യൽ ഇൻകം എത്രയാണെങ്കിലും ഈവൻ 1000 രൂപ ഉള്ളെങ്കിലും അതിന് എത്ര സർചാർജ് വരുള്ളൂ? 15% സർചാർജ് ഉണ്ട്. 1000 കോടി ആണെങ്കിലും 15% സർചാർജ് വരും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻകം? 1 കോടി 60 ലക്ഷം, അല്ലേ? 1 കോടി 60 മേലെയാണോ സർചാർജ്, അതോ അതിൻ്റെ ടാക്സ് ആയ 32 ലക്ഷത്തിന് മേലെയാണോ സർചാർജ്? 32 ലക്ഷത്തിന് മേലെ. സർചാർജ് എപ്പോഴും ബേസിക് ടാക്സിൻ്റെ മേലെ വേണം അപ്ലൈ ചെയ്യാൻ. സോ സർചാർജ് ഏതിൻ്റെ മേലെ?
ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 15%. ഏത് വരും? 32 ലക്ഷം ഇൻറ്റു 15%. അത്ര ഒന്നു 4,80,000. 4,80,000 അതിൻ്റെ മാത്രം സർചാർജ്. അത് ക്ലിയർ ആണേ? ഓക്കെ. ഇനി നോർമൽ ഇൻകം എത്രയാണ്? 1,80,00,000. നമ്മൾ നോർമൽ ഇൻകത്തിന് 3 കേസ് എഴുതി തന്നു. ഏതൊക്കെയായിരുന്നു 3 കേസ്? ലെസ് ദാൻ 2 crore, 2 to 5, മോർ ദാൻ 5 അല്ലേ? ഇവിടെ ഏതാ കിടക്കുന്നത്? ലെസ് ദാൻ 2 crore. ലെസ് ദാൻ 2 crore ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? 15%. സോ നോർമൽ ഇൻകത്തിന് ടാക്സ് എത്രയാണ്? 49,80,000. സോ അതിൻ്റെ മേലെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? എത്ര ശതമാനം അപ്ലൈ ചെയ്യണം? 15% അപ്ലൈ ചെയ്യണം. സോ 49,80,000 ഇൻറ്റു 15%. സോ എത്രയായി? 7,47,000. സോ അതാണ് അതിൻ്റെ മേലെ വരുന്ന സർചാർജ്. എങ്ങനെ മനസ്സിലായില്ല? നേരത്തെ പഠിച്ച മീൻസ് നമ്മൾ ആദ്യത്തെ സ്ലാബാണോ ഉദ്ദേശിച്ചത്? ഈ സ്ലാബാണോ നീ ചോദിക്കുന്നത്? നേരത്തെ പഠിച്ചതുപോലെ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ സ്ലാബാണോ എന്ന് ചോദിച്ചേ. OTR ചേഞ്ച് എപ്പോഴാണ് വരുന്നുള്ളൂ? നിങ്ങൾ 5 കോടി എക്സൈഡ് ചെയ്താലേ OTR ചേഞ്ച് വരുന്നുള്ളൂ. നീ ചോദിച്ചാൽ എനിക്ക് ഡൗട്ട് ക്ലിയർ ആയില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നീ ചോദിച്ചാൽ എന്താ ക്ലിയർ ആയില്ല? അല്ല ചോദിച്ചോ, നിന്റെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചോ. നിന്റെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചോ. നീ നേരത്തെ പഠിച്ചത് ചെയ്താന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ഈ ആദ്യം പറഞ്ഞ സ്ലാബ് ആണെന്നാണ് ചോദിക്കുന്നത്. സർചാർജിന്റെ മേലല്ലോ, ബേസിക് ടാക്സിന്റെ മേലെ സർചാർജ് അപ്ലൈ ചെയ്തു. ഓക്കെ. സോ അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് ഇതാണ് 2 to 5 സ്ലാബ്. ഓക്കെ. നമ്മൾ നോർമൽ ഇനത്തിന് 3 തിരിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? ലെസ് ദാൻ 2 crore, 2 to 5, മോർ ദാൻ 5 അല്ലേ? സോ ഇതാണ് ഇതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് 2 to 5 സ്ലാബാണ്. ലെസ് ദാൻ 5 അല്ല, 2 to 5 സ്ലാബാണ് ആദ്യത്തെ കിടക്കുന്നത്. ഏതാ? 25. പിന്നെ ഉള്ളത് ഏതാ? 5 above. ഇത് രണ്ടിലും പെടാത്ത കേസാണ് ഇത്. തേർഡ് വൺ ഇതാണ് ലെസ് ദാൻ 2 crore എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അത് രണ്ടിലും പെടാത്തല്ലേ? ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ എക്സീഡിംഗ് 2 crore ആൻഡ് നോട്ട് ഫാളിംഗ് അണ്ടർ എബോ കാറ്റഗറി. എന്നുവെച്ചാൽ ഈ 2 കാറ്റഗറി പെടാത്ത അതേതാ? 2 കോടി വരെ 5 കോടി ലിമിറ്റ് ഉണ്ട്. 5 കോടിക്ക് മേലേക്കും ഉണ്ട്. അതിനകത്തില്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ? അതിനകത്തില്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ? ലെസ് ദാൻ 2 crore ഇല്ലാത്തുള്ളൂ. മീൻസ് 2 to 5 നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തു. 5 മേലേക്കുള്ള എല്ലാത്തത് എടുത്തു. സോ അതിനകത്തിൽ പെടാത്ത എനിക്ക് ഏത് മാത്രമേ ഉള്ളൂ? ലെസ് ദാൻ 2 crore. സോ ഈ തേർഡ് വൺ ആണ് ഇത് ലെസ് ദാൻ 2 crore. സോ അതാണെങ്കിൽ എത്ര സ്ലാബ് റേറ്റ് വരിക? സർചാർജ് റേറ്റ് 15% തന്നെ. ഇത് ക്ലിയർ ആയോ? സ്ലാബ് നേരത്തെ തന്നെ. ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ ഇത് കുറേ സാധനം മാറ്റി പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. നേരത്തെ മേലത്തെ സ്ലാബ് തന്നെ ചോദിച്ചേ. വേറെ എഴുതാം. ഇതിപ്പോൾ ചെയ്ത് ക്ലിയർ ആയോ? ഈ എക്സാമ്പിൾ ചെയ്ത് ക്ലിയർ ആയോ? ഓക്കെ. എന്നാൽ അടുത്ത എക്സാമ്പിൾ എഴുതി. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ 2. എക്സാമ്പിൾ 2. ടോട്ടൽ ഇൻകം $2,90,00,000. ടോട്ടൽ ഇൻകം 2,90,00,000. അതിൻ്റെ സ്പ്ലിറ്റ് വരുമ്പോൾ നോർമൽ ഇൻകം 40,00,000 രൂപ. നോർമൽ ഇൻകം 40,00,000 രൂപ. ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 20%. ടാക്സ് അടയ്ക്കേണ്ട ക്യാപിറ്റൽ ഗെയിൻ. ബാക്കി ഇപ്പോൾ എത്രയുണ്ട്? 2,50,00,000 രൂപ. ഓക്കെ. എന്നാൽ അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചെയ്തേ. ആദ്യം നിങ്ങൾ ബേസിക് ടാക്സ് മാത്രം കമ്പ്യൂട്ട് ചെയ്യാം. ബേസിക് ടാക്സ് മാത്രം. ബേസിക് ടാക്സ് മാത്രം. ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 20%. എത്ര വരും? എത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ? 2,50,00,000 രൂപ. അതിൻ്റെ മേലെ 20% എന്ന് പറയുമ്പോൾ 50,00,000 രൂപ അല്ലേ?
ഇനി നോർമൽ ഇൻകം എത്ര ഉണ്ടായിരുന്നു? സോ 40 lakhs. 40 lakhൽ 0 to 4 നില്ല്, 4 to 8 20,000, 8 to 12 40,000, 12 to 16, 16 to 20, 20 to 24, 24 above 60, 80, 1 lakh. 24 above എത്ര വരും? എത്ര? 16 ലക്ഷത്തിന് മേലെ 30% അല്ലേ? 4 lakh. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 7,80,000. അപ്പോൾ എത്രയാണ് ടോട്ടൽ ലാക്സ്? 57,80,000. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? ബേസിക് ടാക്സ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടൊന്നുമില്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് സർചാർജ്. ഓക്കെ, സർചാർജിൻ്റെ കേസിൽ നമ്മൾ ആദ്യം എന്ത് നോക്കണം? ടോട്ടൽ ഇൻകം 2 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ടോട്ടൽ ഇൻകം ഇവിടെ എത്രയുണ്ട്? 2,90,00,000 രൂപ. സോ 2 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സോ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം സർചാർജ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സ്പെഷ്യൽ ഇൻകത്തിന് ഒരു റേറ്റും നോർമൽ ഇൻകത്തിന് വേറെ റേറ്റും. ഓക്കെ, സ്പെഷ്യൽ ഇൻകത്തിന് റേറ്റ് എത്ര വരുള്ളൂ? 15%. ഇവിടെ എത്ര ഉണ്ടാവും സ്പെഷ്യൽ ഇൻകത്തിന് ടാക്സ്? 50 ലക്ഷം അല്ലേ? സോ 50 ലക്ഷത്തിന് മേലെ എത്ര വരുള്ളൂ? 50 ലക്ഷത്തിന് മേലെ 15%. ഓക്കെ, സോ അപ്പോൾ എത്രയായി? 7,50,000. 7,50,000. ദെൻ നെക്സ്റ്റ് പിന്നെ ഏതാ ഉള്ളത്? നോർമൽ ഇൻകം. നോർമൽ ഇൻകം ഇവിടെ എത്രയുണ്ട്? അതിന് ടാക്സ് 7,80,000 ആണ്. സോ അതിൻ്റെ മേലെ ഏത് റേറ്റ് അപ്ലൈ ചെയ്യണം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 കാറ്റഗറി. ഏത് കാറ്റഗറി ഉണ്ട്? 2 to 5, 5 above, ലെസ് ദാൻ 2. ലെസ് ദാൻ 2 ആണെങ്കിൽ എത്ര ശതമാനം? ഇവിടെ ഏതാ കാറ്റഗറിയിൽ വിടുക? ലെസ് ദാൻ 2 വിടുക. സോ എത്ര എമൗണ്ട് വരും? 15%. അല്ലേ? 3 സ്ലാബിലേ ഉള്ളൂ. എക്സീഡിങ് 2 crore ആണെങ്കിൽ, ടോട്ടൽ ഇൻകം എക്സീഡിങ് 2 crore ആണെങ്കിൽ നമ്മൾ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ. ലെസ് ദാൻ 2, 2 to 5, മോർ ദാൻ 5. ഓക്കെ, സോ ഇവിടെ ഏത് കാറ്റഗറിയിൽ വിടുക? ലെസ് ദാൻ 2 crore. സോ ലെസ് ദാൻ 2 crore ആണെങ്കിൽ എത്ര ശതമാനം വേണം? 15%. സോ അപ്പോൾ എത്രയായി? സോ 7,80,000 ഇൻറ്റു 15%, 1,70,000. സോ എത്ര വന്നു സർചാർജിനും അല്ലെങ്കിൽ ടോട്ടൽ? 57,80,000 പ്ലസ് 7,50,000 പ്ലസ് 1,70,000. ടോട്ടൽ 66,47,000 അല്ലേ? പ്ലസ് പിന്നെ 4% HEC കൂടെ വരും. ക്ലിയർ ആയോ? സോ നിങ്ങൾ ഇവിടെ പഴയ സ്ലാബ് നോക്കിയാൽ ഇപ്പോൾ നോർമൽ ഇൻകം ഇവിടെ എത്ര ഉണ്ടായിരുന്നുള്ളൂ? നോർമൽ ഇൻകം 40 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സോ നിങ്ങൾ പഴയ സ്ലാബ് നോക്കിയാൽ അതിന് എത്ര വരുള്ളൂ? അല്ല 10 വരില്ല. സർചാർജ് ഇല്ലല്ലോ. 50 താഴെ ഉള്ളൂ. 50 താഴെയല്ലേ ഉള്ളൂ. സോ അപ്പോൾ സർചാർജ് വരില്ലല്ലോ. സോ അത് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇനി അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ സ്ലാബ് ആണെന്ന് വെച്ചാൽ അതല്ല ഞാൻ പറഞ്ഞു. ക്ലിയർ ആയോ? സോ ഇവിടെ ലെസ് ദാൻ 2 crore ഒറ്റ ലിമിറ്റാണ്. ടോട്ടൽ ഇൻകം എക്സീഡിങ് 2 crore ആണെങ്കിൽ നോർമൽ ഇൻകം ലെസ് ദാൻ 2 crore എന്ന് പറയുന്ന ഒറ്റ റേറ്റാണ്. എത്ര ശതമാനം വരും? 15% വരും. ഓക്കെ, സോ ജസ്റ്റ് ഇപ്പം ഇവിടെ 40 ലക്ഷം ഇല്ല, 10 ലക്ഷം രൂപ ഉള്ളൂ. നോർമൽ ഇൻകം 10 ലക്ഷം രൂപ ഉള്ളൂ. 2,80,00,000 രൂപ നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻകം ആണ്. സോ അങ്ങനെയാണല്ലോ ആ 10 ലക്ഷത്തിന് ടാക്സിൻ്റെ മേലെ നിങ്ങൾ എത്ര ശതമാനം സർക്കാർ അടയ്ക്കണം? 15% സർക്കാർ അടയ്ക്കണം. ക്ലിയർ ആയോ? ടോട്ടൽ ഇൻകം 2 കോടി കടന്നാൽ എൻ്റയർലി ഡിഫറൻസ് സിനാരിയാണ്. അല്ല ജസ്റ്റ് 10 ലക്ഷം മാത്രമേ ഉള്ളൂ എങ്കിൽ, നോർമലി 10 ലക്ഷം മാത്രമേ ഉള്ളൂ, വേറെ ഇൻകം ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർചാർജ് ഇല്ലാതെ വരുള്ളൂ. ടോട്ടൽ ഇൻകം 2 കോടി കടന്നാൽ സർചാർജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക നിങ്ങൾ ടോട്ടൽ ഇൻകത്തിന് ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ നോർമൽ ഇത്ര, സ്പെഷ്യൽ ഇത്ര മീൻസ് നോർമൽ മാത്രം 50 താഴെയാണ്, സ്പെഷ്യൽ 80 താഴെയാണ്. സോ അതുകൊണ്ട് അതിന് സർചാർജ് ഇല്ല. അങ്ങനെയല്ല. സർചാർജ് ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്ന എപ്പോഴാണ്? ടോട്ടൽ ഇൻകം നോക്കിയിട്ടാണ് സർചാർജ് ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുക. എത്ര റേറ്റ് വരും നോക്കുന്നതിനാണ് നമുക്ക് ഓരോ ലിമിറ്റ് ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, എന്നാൽ വേറെ എഴുതി. ടോട്ടൽ ഇൻകം നെക്സ്റ്റ് എക്സാമ്പിൾ 3. ടോട്ടൽ ഇൻകം 6,50,00,000 രൂപ. ടോട്ടൽ ഇൻകം 6,50,00,000 രൂപ. ക്യാപിറ്റൽ ഗെയിൻ അതിന് സ്പ്ലിറ്റ് ആണ് വരുന്നത്. 6,50,00,000 സ്പ്ലിറ്റ്. ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 112 55 lakh. ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 111 ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 111 65 ലക്ഷം. ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 111 65 ലക്ഷം രൂപ. സോ അങ്ങനെയാണ് നോർമൽ ഇൻകം എത്ര ഉണ്ടാവും?
എത്രയുണ്ട്? 5 crore 30 lakh. 5 crore 30 lakh. ഓക്കെ. സോ അതിൽ 112ൻ്റെ നിങ്ങൾ 12.5% കൺസിഡർ ചെയ്താൽ മതി. 12.5%. 111യുടെ 20%. ഇത് ടാക്സ് റേറ്റ്, സർചാർജ് റേറ്റ് അല്ല, ടാക്സിൻ്റെ റേറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടാക്സ് റേറ്റ് തരില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലിംഗ് പഠിപ്പിക്കാത്തതെന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് എഴുതുന്നത്. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരെ ടാക്സ് റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ സെക്ഷൻ നമ്പർ ഉണ്ടാവുള്ളൂ. 112, 111 സെക്ഷൻ നമ്പർ ഉണ്ടാവുള്ളൂ. സോ അന്നേരം അതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. എന്നാൽ ഇതിൻ്റെ ബേസിക് ടാക്സും സർചാർജും ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. കിട്ടിയോ? ബേസിക് ടാക്സ് 3D. ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 12.5. 12.5 എത്ര ഉണ്ടായിരുന്നു? 55 ലക്ഷത്തിൻ്റെ മേലെ 12.5 എത്ര വന്നു? 6,87,500. ദെൻ ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 20%, 13 ലക്ഷം രൂപ അല്ലേ? ഇനി ബേസിക് ടാക്സ് ഓൺ 5 crore 30 lakh. അത് 3D. 1,80,000. ഇത്ര കിട്ടിയോ? ഓക്കെ. സോ അപ്പോൾ എത്രയായി ബേസിക് ടാക്സിൻ്റെ ടോട്ടൽ? 1,74,67,500. ഓക്കെ, ഇത് കിട്ടിയില്ലേ? സോ ഇനി നെക്സ്റ്റ് സർചാർജ്. ഓക്കെ, സർചാർജിൻ്റെ കേസിൽ നമ്മൾ ആദ്യം എന്ത് നോക്കണം എന്ന് പറഞ്ഞേ? ആദ്യം ഇൻകം 2 കോടി എക്സീഡ് ചെയ്തെന്നോ നോക്കണം. ഇവിടെ ഇൻകം എത്രയുണ്ട്? 6,50,00,000. സോ 2 കോടിക്ക് മേലെയുണ്ട്. സോ 2 കോടിക്ക് മേലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. എത്രയാണ് നോർമൽ, എത്രയാണ് സ്പെഷ്യലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇവിടെ സ്പെഷ്യൽ ഇൻകം എത്രയാണെങ്കിലും എത്ര സർചാർജ് വരുള്ളൂ? 15%. സോ ഈ രണ്ടിനും എത്ര വരുള്ളൂ? 15% വരും. സോ എത്രയായി? സോ ഇതിൻ്റെ രണ്ടിൻ്റെ മേലെ രണ്ടും കൂടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സർചാർജ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ ചെയ്തിട്ടും സർചാർജ് ആഡ് ചെയ്യാം. സോ ടോട്ടൽ എത്രയുണ്ട്? 19,87,500. അതിൻ്റെ മേലെ എത്ര ശതമാനം വരുള്ളൂ? 15% അല്ലേ? അതല്ലേ സ്പെഷ്യൽ ഇൻകത്തിൻ്റെ ടാക്സ്. സോ എത്ര വന്നു? 2,98,125. ഓക്കെ, 2,98,125. ഇനി നോർമൽ ഇൻകത്തിൻ്റെ ടാക്സ് എത്രയുണ്ട്? 1,54,80,000. സോ അതിന് എത്ര വരും സർചാർജ്? 25%. സോ അപ്പോൾ എത്ര വന്നു? 38,00,000
70,000. സോ അപ്പോൾ എത്രയായി ടോട്ടൽ? അതിന് സർച്ചാർജിൻ്റെ ടോട്ടൽ. സോ ടോട്ടൽ വരുമ്പോൾ 2,16,35,625 പ്ലസ് 4% സെസ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഏതിലാണ് ചെയ്തത്? ഡിഫോൾട്ടിൽ അല്ലേ? ഇതേ സാധനം ഓപ്ഷനിലൂടെ ചെയ്തേ. സോ ഇപ്പോൾ നമ്മൾ ചെയ്ത് DTR ഇനി ഇതേ കാര്യം OTR കൂടെ ചെയ്തേ. ഇതേ ക്വസ്റ്റ്യൻ OTR എന്താ വേരിയേഷൻ വരും? എന്തൊക്കെ വേരിയേഷൻ വരും? സർചാർജ് റേറ്റ് മാറ്റമുണ്ടോ? ഏതിന് മാറ്റമുണ്ട്? നോർമലിൽ ഇൻകം ഇവിടെ ഏത് കാറ്റഗറിയാണ്? മോർ ദാൻ 5 crore അല്ലേ? മോർ ദാൻ 5 crore ആയില്ലേ ഇവിടെ? 5,30,00,000 രൂപ നിങ്ങളുടെ നോർമൽ ഇൻകം. 5,30,00,000 രൂപയാണ് നോർമൽ ഇൻകം എങ്കിൽ എത്ര വരും സർചാർജ്? DTR 25 ആയിരുന്നു, അത് നമ്മൾ അപ്ലൈ ചെയ്തു. OTR വരുമ്പോൾ എത്രയായിട്ട് മാറി? 37 ആയിട്ട് മാറി. ഓക്കെ, അത് കൂടാതെ ഏതും കൂടെ മാറും? സ്ലാബ് മാറില്ലേ? ഇപ്പം നിങ്ങൾ ചെയ്തതാ 0 to 4, 4 to 8 ഇല്ലേ? സോ അത് എത്രയിലേക്ക് മാറി? 0 to 2.5, 2.5 to 5, 5 to 10, 10 ആകും. അതുകൊണ്ട് ചെയ്ത് വരാം. എത്ര കിട്ടി? നോർമൽ ഇൻകത്തിൻ്റെ ബേസിക് ടാക്സ് എത്ര കിട്ടി? നോർമൽ ഇൻകത്തിൻ്റെ ബേസിക് ടാക്സ് 1,56,000 7 57,12,500. 1,57,12,500. സ്പെഷ്യൽ ഇൻകത്തിൻ്റെയോ സെയിം. അത് OTR DTR വ്യത്യാസം വരാൻ പോകുന്നില്ല. 1,57,12,500. ഓക്കെ, ഇതാണ് ഇത് നോർമൽ ഇൻകത്തിൻ്റെ ടാക്സ് റേറ്റ്. സർചാർജോ? സ്പെഷ്യൽ ഇൻകത്തിന് എത്ര വരും? സ്പെഷ്യൽ ഇൻകത്തിന് സെയിം 298, 125 തന്നെ വരുള്ളൂ, വേരിയേഷൻസ് ഒന്നും വരില്ല. ഇനി മറ്റേതിൻ്റെയോ 25 മാറി എത്ര വരും? 37 വരും അല്ലേ? ഇനി 25 ഉണ്ടോ? ഇല്ല. OTR മാറുമ്പം നിങ്ങളുടെ ഇൻകം 5 കോടി കടന്നു. 5 കോടി കടന്നുകൊണ്ട് ഇനി എത്ര ഉള്ളൂ? 37 ആണ് നമ്മുടെ അടുത്ത റേറ്റ്. സോ അപ്പോൾ എത്രയാണ്? 1,57,12,500 മേലെ 37%. സോ എത്രയായി? 58,30,625. 58,30,625.
കിട്ടിയോ? എൻ്റെ വർഷം കിട്ടിയില്ലേ? ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണേ. അത് ക്ലിയർ ആയ രണ്ടും വന്നാൽ ഞാൻ അതിനൊരു സ്പെഷ്യൽ കേസും കൊണ്ട് നമ്മൾ ഇവിടെ സ്പെഷ്യൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നേ? സർചാർജിൻ്റെ കേസിൽ സ്പെഷ്യൽ ഇൻകം ഏതൊക്കെയാണ് പറഞ്ഞത്? ഡിവിഡൻറ്റും ക്യാപിറ്റൽ ഗെയിൻ. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിലെല്ലാം നമ്മൾ സ്പെഷ്യൽ ഇൻകം ഏത് മാത്രമേ എടുത്തുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റേറ്റ് സ്പെഷ്യൽ റേറ്റ് ആണ്. പക്ഷേ ഡിവിഡൻറ്റിൻ്റെ റേറ്റോ? ഡിവിഡൻറ്റ് ടാക്സ് എങ്ങനെ വരിക? നോർമൽ സ്ലാബ് റേറ്റ് തന്നെയാണ് ഇതിനും വരിക, ഡിവിഡൻറ്റിനും വരിക. ഓക്കെ. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഡിവിഡൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. സോ ഇതൊന്ന് പറഞ്ഞേ, ഇതൊന്ന് നോക്കിയേ. നമ്മളിപ്പോൾ പറഞ്ഞ ഓരോന്നിനും ഡിഫറെൻറ്റ് സിനാരിയോസ് കോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് കേസ്, നിങ്ങൾ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് സ്പെഷ്യൽ ഇൻകം. ഓക്കെ. അതായത് ഇത് ഏത് ഇൻകമാണ്? നോർമൽ ഇൻകം. നിങ്ങൾ ഫസ്റ്റ് കോളത്തിലുള്ളത് നോർമൽ ഇൻകം, ദെൻ സ്പെഷ്യൽ ഇൻകം, അതിൻ്റെ ടോട്ടൽ. സോ ഓരോന്നിനും ഏത് റേറ്റിൽ സർചാർജ് വരും. ഓക്കെ. ഫസ്റ്റ് നോർമൽ ഇൻകം എത്രയുണ്ട്? 18 ലക്ഷം രൂപ. ക്യാപിറ്റൽ ഗെയിനോ? സ്പെഷ്യൽ ഇൻകം 20 ലക്ഷം രൂപ. ടോട്ടൽ എത്രയായി? 38 ലക്ഷം രൂപ. എത്ര വരും സർചാർജ്? ഇല്ല. എന്തുകൊണ്ടാണ്? രണ്ടും ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ താഴെയാണ്. സോ എന്തില്ല? സർചാർജ് ഇല്ല. ഓക്കെ. നോർമൽ ഇൻകം ഉണ്ട്, സ്പെഷ്യൽ ഇൻകം ഉണ്ട്. പക്ഷേ ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ താഴെയാണ്. സോ സർചാർജ് ഇല്ല. ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ ഇൻകം 40. നോർമൽ ഇൻകം 40, സ്പെഷ്യൽ ഇൻകം 30. സോ ഇപ്പോൾ രണ്ടും കൂടി കൂട്ടി എത്രയായി? 70 ലക്ഷം രൂപ. സോ നമ്മുടെ ടേബിളിൽ എവിടെയാണ്? ഈ ടേബിളിനകത്ത് ഏത് സെക്ഷനാണ് നോക്കണ്ടേ? ഫസ്റ്റ് ഏതാ? ഈ 50 to 1 crore. സോ അപ്പോൾ എത്ര വരും? 10. OTR ആണെങ്കിലും 10, DTR ആണെങ്കിലും 10. സോ രണ്ടിനും 10%, 10%. ഓക്കെ. ദെൻ നെക്സ്റ്റ് കേസ്, നോർമൽ ഇൻകം 48 ലക്ഷം രൂപ, സ്പെഷ്യൽ ഇൻകം 65 ലക്ഷം രൂപ. സോ രണ്ടും കൂടി കൂടിയപ്പോൾ എത്രയായി? 1,13 ലക്ഷം രൂപ. സോ എത്രയായി? 1 കോടി കടന്നു, പക്ഷേ 2 കോടിക്ക് താഴെയാണ്. സോ ഇപ്പോൾ ഏത് റേറ്റ് വരും? 15. സോ ഈ 15 അല്ല. ഏതാ? നമ്മുടെ സെക്കൻഡ് റോയിലുള്ള 15 ആണത്. ഓക്കെ. ഏത് 15 നമ്മൾ എടുക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. എന്തുകൊണ്ടാണ്? അപ്പോൾ ടോട്ടൽ ഇൻകം 1 കോടി കടന്നുള്ളൂ, 2 കോടി കടന്നിട്ടില്ല. സോ ഈ 15 എപ്പോഴുള്ള കേസാണ്? ടോട്ടൽ ഇൻകം 2 കോടി കടന്നു, പക്ഷേ നോർമൽ ഇൻകം എത്ര ഉള്ളൂ? 2 കോടിക്ക് താഴെ ഉള്ളൂ. സോ ആ കേസിലാണ് ഈ 15 വരിക. ഓക്കെ. ടോട്ടൽ ഇൻകം ഈ പറയുന്ന 3 കേസിലും ടോട്ടൽ ഇൻകം എത്ര കടക്കണം? 2 കോടി കടക്കണം. എന്നാലേ ഈ 3 കേസുള്ളൂ. ഓക്കെ. അപ് ടു 2 crore ആണെങ്കിൽ ആദ്യത്തെ 2 കേസിൽ ഏതെങ്കിലും പെടുള്ളൂ. ഏത്? ടോട്ടൽ ഇൻകം. സ്പെഷ്യൽ ഇൻകം അല്ല, നോർമൽ ഇൻകം അല്ല. ടോട്ടൽ ഇൻകം 2 കോടി കടന്നാലേ താഴത്തെ 3 കേസ് വരുള്ളൂ. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, നോർമൽ ഇൻകം 50 ലക്ഷം ഉണ്ട്, സ്പെഷ്യൽ ഇൻകം 2 കോടി 80 ലക്ഷം രൂപയായി. സോ അപ്പോൾ ടോട്ടൽ എത്രയായി? 3 കോടി 30. സോ നമ്മുടെ ടോട്ടൽ ഇൻകം 2 കോടി എക്സീഡ് ചെയ്തു. 2 കോടി എക്സീഡ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? 2 സ്പ്ലിറ്റ് ചെയ്യണം. നോർമൽ എത്ര വരും? സ്പെഷ്യൽ എത്ര വരും? സ്പെഷ്യൽ എത്ര വരും? 15%. അതിനെന്തായാലും മാറ്റമില്ല അല്ലേ? നോർമൽ ഇൻകത്തിന് എത്ര വരുള്ളൂ? സ്പെഷ്യൽ ഇൻകത്തിന് എത്ര വരുള്ളൂ? 15% വരുള്ളൂ. കാരണം സ്പെഷ്യൽ ഇൻകത്തിന് മാക്സിമം റേറ്റ് എത്രയാണ്? 15 ഉള്ളൂ. അതിനൊരിക്കലും 25-ലേക്കോ 37-ലേക്കോ ഒന്നും പോകില്ല. മാക്സിമം 15% ഉള്ളൂ. ഇനി അതറിൻകം എത്രയുണ്ട്? 50 ലക്ഷം. ഏത് കാറ്റഗറിയ? ലെസ് ദാൻ 2 crore. ലെസ് ദാൻ 2 crore ആണെങ്കിൽ എത്ര വരും? 15%. ഓക്കെ. ഇതാണ് ഏത് 15%? ഈ 15%. ഓക്കെ. ടോട്ടൽ ഇൻകം 2 കോടി കടന്നു, പക്ഷേ നോർമൽ ഇൻകം എത്രയേ ഉള്ളൂ? ലെസ് ദാൻ 2 crore ഉള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ടോട്ടൽ നോർമൽ ഇൻകം 80, സ്പെഷ്യൽ ഇൻകം 6 കോടി 600 ലക്ഷം. സോ അപ്പോൾ എത്രയായി ടോട്ടൽ? 6 കോടി 80 ലക്ഷം രൂപയുണ്ട്. സോ അവിടെ ആദ്യം എന്ത് നോക്കണം? സ്പെഷ്യൽ ഇൻകത്തിന്. സ്പെഷ്യൽ ഇൻകത്തിന് എത്ര വരും? 15. സോ അത് എത്ര കൂടി പോയാലും സ്പെഷ്യൽ ഇൻകം 5 കോടിയോ 10 കോടിയോ 100 കോടിയോ ആയിക്കോട്ടെ, അതിന് എത്ര സർചാർജ് വരുള്ളൂ? 15% വരുള്ളൂ. ഇനി നോർമൽ ഇൻകത്തിനോ? നോർമൽ ഇൻകം ഇവിടെ എത്ര ഉണ്ട്? 80 ലക്ഷം. സോ ഏത് കാറ്റഗറി പെട്ടു? ലെസ് ദാൻ 2 crore. സോ ലെസ് ദാൻ 2 crore ആയതുകൊണ്ട് 15%. ദെൻ നോർമൽ ഇൻകം 1 crore 60 lakh, സ്പെഷ്യൽ ഇൻകം 2 കോടി. സോ ടോട്ടൽ 3 crore 69. സോ ആ കേസിലോ? സ്പെഷ്യൽ ഇൻകത്തിന് 15, ചേഞ്ച് ഒന്നും വരാം. നോർമൽ ഇൻകത്തിന് ഏത് വരും? ഏതിലെ പെടുക നോർമൽ ഇൻകം? ലെസ് ദാൻ 2 crore. ലെസ് ദാൻ 2 crore അല്ലേ പെടുന്നത്. സോ ഇപ്പോൾ സ്റ്റിൽ അവിടെ തന്നെ പോയി, 15% തന്നെ പോയി. സോ 2 കോടി എക്സീഡ് ചെയ്താൽ നിങ്ങളുടെ ആദ്യത്തെ ഈ 10-15 സ്ലാബ് ഇല്ല. ടോട്ടൽ ഇങ്ങനെ 2 കോടി കടന്നാൽ പിന്നെ 10-15 ഇല്ല. പിന്നെ താഴെ എഴുതിയേക്കണം 25-15 ഉള്ളൂ. ഓക്കെ. ദെൻ നോർമൽ ഇൻകം ഇതെവിടെ നിൽക്കട്ടെ? ഇത് 8th വൺ. നോർമൽ ഇൻകം 3 കോടി 20 ലക്ഷം രൂപ, സ്പെഷ്യൽ ഇൻകം 90 ലക്ഷം രൂപ. സോ രണ്ടും കൂടി കൂടി എത്രയായി? 4 കോടി 10. സോ അവിടെ സ്പെഷ്യൽ ഇൻകത്തിന് എത്ര വരും? 15. ഓൾവേസ് 15. സ്പെഷ്യൽ ഇൻകത്തിന് എന്തായാലും 15 മേലെ പോകില്ല. ദെൻ അതറിങ്കത്തിനോ? അതറിങ്കം ഇപ്പോൾ ഇവിടെ എത്രയുണ്ട്? 3 കോടി 20. സോ ഇപ്പോൾ ഏതിന് അടയ്ക്കാം? 2 to 5. സോ അപ്പോൾ എത്ര വേണം? 25%. ഓക്കെ. ദെൻ നോർമൽ ഇൻകം 3 കോടി 10, സ്പെഷ്യൽ ഇൻകം 2 10. സോ ടോട്ടൽ 5 കടന്നു. ഓക്കെ. സോ അപ്പോൾ അവിടെ സ്പെഷ്യൽ ഇൻകത്തിന് എത്ര വരുള്ളൂ? 15% വരുള്ളൂ. നോർമൽ ഇൻകത്തിന് സ്റ്റിൽ എവിടെ തന്നെ കിടക്കുന്നത്? 2 to 5 കിടക്കുന്നത്. സോ ഏതിനെ വരുള്ളൂ? 25 വരുള്ളൂ.
ദെൻ ലാസ്റ്റ് നോർമൽ ഇൻകം 6.2 കോടിയുണ്ട്. സോ ഇപ്പോൾ ഏത് കാറ്റഗറിയാ? മോർ ദാൻ 5 crore. സ്പെഷ്യൽ ഇൻകം 1 crore 20. സോ സ്പെഷ്യൽ ഇൻകത്തിന് എത്ര വരുള്ളൂ? അതിനെന്തായാലും 15% വരുള്ളൂ. നോർമൽ ഇൻകത്തിനോ ഏത് കാറ്റഗറിയിലേക്ക് പോയി? മോർ ദാൻ 5 ആയി. സോ മോർ ദാൻ 5 ആകുമ്പോൾ 25 37. OTR ആണെങ്കിൽ 37, DTR ആണെങ്കിൽ 25. സോ 25 or 37. ക്ലിയർ ആയോ? സോ ഈ സർചാർജ് കൺഫ്യൂസിംഗ് ആണ്, അത് പഠിക്കണം. ഓക്കെ, റേറ്റ് ഓർമ്മ വേണം, ഉറപ്പായിട്ട് ക്വസ്റ്റൻ ഉണ്ടാവും. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവിലോ അല്ലെങ്കിൽ MCQ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ എന്തായാലും ഉണ്ടാവും. ടോട്ടൽ ഇൻകത്തിനോട് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിനോടെ ബേസിക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമല്ലോ. സോ അന്നേരം ഈ സർചാർജിൻ്റെ കാര്യം ഓർമ്മ വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാർജിനൽ റിലീഫ്. മാർജിനൽ റിലീഫ് സോ ഏതിൻ്റെ പോലെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ റിബേറ്റിൽ എക്സീഡിങ് 12 lakh ആണെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് പഠിച്ചു. അതൊക്കെയായിരുന്നു ടോട്ടൽ ഇൻകം മൈനസ് 12 lakh. ദെൻ അത് ബേസിക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക, അതിന് ഡിഫറൻസ് ബി ഗ്രേറ്റർ തന്നെ ആണെങ്കിൽ അതിന് ഡിഫറൻസ് നമുക്ക് എന്തായാലും കിട്ടും, റിബേറ്റ് ആയിട്ട് കിട്ടും. സോ അതേപോലെ എക്സാക്ട് സെയിം അല്ല, പക്ഷേ സിമിലർ. അവിടുത്തെ കൺസെപ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു അവിടുത്തെ കൺസെപ്റ്റ് പറഞ്ഞിരുന്നത്? ജസ്റ്റ് ഒരു 35,000 എക്സീഡ് ചെയ്തപ്പോൾ നമ്മുടെ ടാക്സ് 65,000 കൂടി. സോ അപ്പോൾ നമ്മൾ എത്ര അടച്ചാൽ മതി? ആ എക്സസ് ഉള്ള 35,000 മാത്രം അടച്ചാൽ മതി. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ സർചാർജിൻ്റെ സ്ലാബ് റേറ്റ്സാണ്. സർചാർജിൻ്റെ സ്ലാബ് ഏതൊക്കെയാണ്? 50, 1, 2, 5 അല്ലേ? അതല്ലേ സർചാർജിൻ്റെ സ്ലാബ് റേറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ഇൻകം എക്സാക്ട് 50 ലക്ഷമാണ്. നിങ്ങൾക്ക് എത്ര വരും ടാക്സ്? നോർമൽ, എല്ലാ നോർമൽ ഇൻകം എക്സാക്ട് 50 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും ബേസിക് ടാക്സ്? എത്ര? 10,80,000. സർചാർജ് വരുമോ? എക്സാക്ട് 50 സർചാർജ് വരുമോ? ഇല്ല. എപ്പോഴും സർചാർജ് വരുള്ളൂ എക്സീഡിങ് അല്ലേ? ഫസ്റ്റ് കേസ് എക്സീഡിങ് ആണ്, രണ്ടാമത്തെയാണ് ലെസ് ദാൻ ഈക്വൽ ടു. സോ 50 ലക്ഷം ആണെങ്കിൽ വരില്ല, 50,10,000 ആയാലേ സർചാർജ് വരുള്ളൂ. ഓക്കെ, സോ അപ്പോൾ എക്സാക്ട് 50 lakh ആണെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് ടാക്സ് അടച്ചാൽ മതി? 10,80,000 പ്ലസ് അതിൻ്റെ ആപ്ലിക്കബിൾ HEC സെസ്സും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി അതേപോലെ 50,50,000 ആണ് നിങ്ങളുടെ ഇൻകം. 50,50,000 ആണ് ഇൻകം. സോ എത്ര വരും ടാക്സ്? ഇതിന് മേലെ എത്ര വരും ബേസിക് ടാക്സ്? $10 lakh 95,000. ഇവിടെ സർചാർജ് വരുമോ? വരും ഇല്ലേ? 50 ലക്ഷം കടന്നില്ലേ? സോ എത്ര വരും സർചാർജ്? എത്ര റേറ്റ്? 10%. സോ എത്രയായി? 1,09,500. സോ അപ്പോൾ എത്രയായി ടാക്സ്? 12,04,500. സോ ഇത്രയായി നിങ്ങൾ ടാക്സ് ആയിട്ട് മാറി ഇല്ലേ? നേരത്തെ എത്ര ഉണ്ടായിരുന്ന ടാക്സ്? 10,80,000. സോ ഇപ്പോൾ എത്രയായി? 12,04,500. എത്ര ഉണ്ട് ഡിഫറൻസ്? 1,24,500. 1,24,500. സോ നിങ്ങളുടെ ഇൻകം എത്ര കൂടി? 50,000. പക്ഷേ ടാക്സ് എത്ര കൂടി? 1,24,500. സോ അപ്പോൾ നേരത്തെ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് അടച്ചാൽ മതി? ഡിഫറൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? റിലീഫായിട്ട് കിട്ടും. ഓക്കെ, ഡിഫറൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് റിലീഫായിട്ട് കിട്ടും. സോ നിങ്ങൾ 50 ലക്ഷം വരെയുള്ള ടാക്സ് 10,80,000 ഉണ്ടായിരുന്നുള്ളൂ, അതെന്തായാലും അടയ്ക്കണം. പ്ലസ് 50 ലക്ഷത്തിന് മേലെ നിങ്ങളൊരു 50,000 രൂപ കൂടെ എക്സ്ട്രാ ഏൺ ചെയ്തു. 50 ലക്ഷത്തിന് മേലെ ഒരു 50,000 രൂപ കൂടെ എക്സ്ട്രാ ഏൺ ചെയ്തു. സോ ആ എക്സ്ട്രാ ഏൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ടാക്സ് എത്ര കൂടി? 1,24,500. സോ അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ ഈ 10,80 എന്തായാലും അടയ്ക്കണം. പ്ലസ് ഈ 1,24,500 അടയ്ക്കേണ്ട, 50,000 അടച്ചാൽ മതി. സോ അപ്പോൾ എത്ര അടച്ചാൽ മതി? 10,80,000 പ്ലസ് എക്സ്ട്രാ ഉള്ള 50,000. സോ അപ്പോൾ എത്രയായി? 11,30,000. സോ ഇതിൻ്റെ മേലെ 4% സെസ്. ഓക്കെ, സോ ഇവിടെ എത്ര നിങ്ങൾക്ക് റിലീഫ് കിട്ടിയേ? അല്ലെങ്കിൽ എത്ര റിബേറ്റ് കിട്ടിയേ? നിങ്ങൾ എത്രയാണ് ടാക്സ്? ഇതാണ് ആക്ച്വലി നമ്മുടെ ടാക്സ് അല്ലേ? 12,04,500 ആണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ ടാക്സ്. പക്ഷേ ഇപ്പോൾ എത്ര അടച്ചാൽ മതി? 11,30,000. സോ നിങ്ങൾക്ക് എത്ര റിബേറ്റ് കിട്ടി? 74,500. ഇതേതോ? നിങ്ങളുടെ ഈ എമൗണ്ട് 1,24,500 എക്സ്ട്രാ ഉള്ള എമൗണ്ട് 50,000 ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് എന്ത്? 74,500. സോ ഇവിടെ എത്ര നിങ്ങളുടെ മാർജിനൽ റിലീഫ്? മാർജിനൽ റിലീഫ് ഏതാ? 74,500 ആണ് നമ്മുടെ മാർജിനൽ റിലീഫ്. പക്ഷേ ഇവിടെ ഏതൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്? നമ്മൾ മാർജിനൽ റിബേറ്റിൻ്റെ കേസിൽ എന്താ കമ്പ്യൂട്ട് ചെയ്തത്? ഏതൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്തത്? 12 lakhന് മേലെയുള്ള ഇൻകം, ദെൻ ബേസിക് ടാക്സ്, അതായിരുന്നു കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെയോ സർചാർജിൻ്റെ സ്ലാബിന് മേലെയുള്ള ഇൻകം 50 ലക്ഷം,
അല്ലേ? 50 ലക്ഷം എന്തായിരുന്നു സർചാർജിൻ്റെ സ്ലാബ്? ഏതാണ് സ്ലാബ്? 50 ലക്ഷം തൊട്ട് മേലുള്ള ഇൻകം. എത്ര എമൗണ്ട് ഉണ്ട്? 50,000. സോ സർചാർജിൻ്റെ സ്ലാബിന് മേലേക്ക് നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ട്? അതും പിന്നെ ഏത് കമ്പയർ ചെയ്തേ? 1,12,24,500 അല്ലേ കമ്പയർ ചെയ്തേ? 124,500 50,000 തമ്മിലാണ് കമ്പയർ ചെയ്തത്. ഈ 50,000 എന്തായിരുന്നു? സർചാർജിൻ്റെ സ്ലാബിന് മേലെയുള്ള ഇൻകം അല്ലേ? നേരത്തെ നമ്മുടെ റിബേറ്റിൻ്റെ സ്ലാബായിരുന്നു 12 lakh അല്ലേ? റിബേറ്റിൻ്റെ സ്ലാബിന് മേലുള്ള ഇൻകം 12 lakhന് മേലുള്ള ഇൻകം 35,000. സോ ഇവിടെ 50 ലക്ഷത്തിന് മേലുള്ള ഇൻകം 50,000. ഓക്കെ, അത് ടു ഏത് വെച്ച് കമ്പയർ ചെയ്തു? നേരത്തെ ക്വസ്റ്റിൽ നമ്മൾ ചെയ്ത് ബേസിക് ടാക്സുമായിട്ട് മാത്രം കമ്പയർ ചെയ്തു. അതെന്തുകൊണ്ടാണ്? നേരത്തെ നമ്മൾ ചെയ്തപ്പം നേരെ ഡയറക്റ്റ് ബേസിക് ടാക്സുമായിട്ടല്ലേ കമ്പയർ ചെയ്തേ അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേസിക് ടാക്സ് 12 ലക്ഷം വരെ നിങ്ങൾ ബേസിക് ടാക്സ് എത്രയേ ഉള്ളൂ? 0 അല്ലേ? 12 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് എത്രയേ ഉള്ളൂ? 0. സോ 0യും 12,35,000 ആയപ്പോൾ ടാക്സ് അതായിരുന്നു 65,250. ഇത് തമ്മിലെല്ലാം നമ്മൾ അന്നേരം കമ്പയർ ചെയ്തേ. ഓക്കെ, സോ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഏതാ? ആ സർചാർജിൻ്റെ സ്ലാബ്. ഏതാ സ്ലാബ്? 50 ലക്ഷം. സോ 50 ലക്ഷത്തിൻ്റെ ടാക്സ് പ്ലസ് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ്, അതിൻ്റെ ഡിഫറൻസുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1,24,500. അതിന് വേണം ടോട്ടൽ ഇൻകം എക്സീഡിങ് സർചാർജിൻ്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, കത്തിയോ? ഇല്ല. നിങ്ങൾ സ്റ്റെപ്പ് ഒന്ന് വായിച്ചേ. മാർജിൻ റിലീഫ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നല്ലേ ഡൗട്ടുള്ളൂ. ആ സ്റ്റെപ്പ് ഒന്ന് വായിച്ചേ. ആദ്യം എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം പ്ലസ് സർചാർജ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസിൽ ഏതാ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം പ്ലസ് സർചാർജ്? ഏതാ? ഏതിൻ്റെ മേലുള്ള ടാക്സാ? 10,80,000 ആണോ അതോ 12,04,500 ആണോ? 12,04,500. 50,80,000 അല്ല നമ്മുടെ ടോട്ടൽ ഇൻകം. സോ അതിൻ്റെ മേലെയുള്ള ബേസിക് ടാക്സും സർചാർജും. സോ 12,04,500. അതാണ് ഏത്? ഇത് 12,04,500. കമ്പ്യൂട്ട് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം പ്ലസ് സർചാർജ്. അതിൻ്റെ റേറ്റ് ഏതാണ്? ആ ആപ്ലിക്കബിൾ റേറ്റ്. അതിനാണ് 10, 15, 25, 30. ഓക്കെ, അത് ഇപ്പം 5 കോടിക്ക് മേലെ ആണെങ്കിൽ സോ ഇത് 35 അല്ല, 37 ആണേ. 35 വന്നു. നമുക്ക് 37 ആക്കി മാറ്റി. 35 ഇല്ലല്ലോ, നമുക്ക് 37 അല്ല റേറ്റ്. അടിച്ച് മിസ്റ്റേക്ക് വന്നു. സോ 37. ഓക്കെ, ദെൻ അടുത്ത ഏതാ നോക്കണ്ടേ? കമ്പ്യൂട്ട് ടാക്സ് അറ്റ് ത്രഷോൾഡ് ലെവൽ. എന്താ ത്രഷോൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ? ഇൻക്ലൂഡിങ് സർചാർജ് പ്ലസ് ലോവർ സ്ലാബ്. അതാണ് നമ്മുടെ ഏത്? ത്രഷോൾഡ് ലെവൽ പ്ലസ് ടോട്ടൽ ഇൻകം മൈനസ് ത്രഷോൾഡ് ലിമിറ്റ്. എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? നിങ്ങളുടെ 10,80,000. ഓക്കെ, വെയിറ്റ്, നിങ്ങളൊന്ന് വേറെ ക്വസ്റ്റ്യൻ എഴുതിക്കും. നിങ്ങൾ ടോട്ടൽ ഇൻകം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പോവാം. എനിക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക? ടോട്ടൽ ഇൻകം 1,01,00,000. ടോട്ടൽ ഇൻകം 1,01,00,000. എല്ലാം നോർമൽ ഇൻകം ആണ്. ഒന്നും പോലും സ്പെഷ്യൽ ഇൻകം ഇല്ല, എല്ലാം നോർമൽ ഇൻകം ആണ്. സോ നമ്മുടെ ടോട്ടൽ ഇൻകം 1,01,00,000. ഓക്കെ, സോ ആദ്യം സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ത് ചെയ്യണം പറഞ്ഞേ? ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഒന്നാമതും ചെയ്തേ പ്ലസ് സർചാർജ്, ഇൻക്ലൂഡിങ് സർചാർജ് അല്ലേ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ ഇൻകം പ്ലസ് സർചാർജ്. സോ 1,01,00,000 മേലെയുള്ള ബേസിക് ടാക്സും സർചാർജും. എത്ര വരും ബേസിക് ടാക്സ്? ബേസിക് ടാക്സ് എത്ര വന്നു? ബേസിക് ടാക്സ് 26,10,000. ബേസിക് ടാക്സ് നമ്മൾ ഒന്നും പറയുന്നില്ലെങ്കിൽ ചെയ്യുന്ന ഡിഫോൾട്ടിലാണേ. 26,10,000 അല്ലേ? പ്ലസ് സർചാർജ്. എത്ര ശതമാനം സർചാർജ് വരിക? സർചാർജ് ഏത് റേറ്റ് വിടണം? ഇത് ഏത് സ്ലാബിന് അടയ്ക്കുക? 1 to 2 crore അടയ്ക്ക് വിടും അല്ലേ? ടോട്ടൽ ഇങ്ങനെ 2 കോടി എക്സൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇത് തന്നെ ഉള്ളൂ. 1,01,00,000 മേലെ 15% അല്ലേ? ഏത് റേറ്റ് അപ്ലൈ ചെയ്യുക? ഏത് സ്ലാബ് അപ്ലൈ ചെയ്യുക? ആ സ്ലാബ് വേണം അപ്ലൈ അല്ലേ? ടോട്ടൽ ഇൻകം 1 കോടി കടന്നു, പക്ഷേ 2 കോടി കടന്നോ? ഇല്ല. 1,01,00,000 അല്ലേ? സോ 1 കോടിക്ക് മേലെ 2 കോടിക്ക് താഴെ. സോ ഇപ്പോൾ ഏത് വരും? 15%. സോ അപ്പോൾ എത്രയായി സർചാർജ്? 3,91,500. 3,91,500. സോ അപ്പോൾ എത്രയായി ടോട്ടൽ? 30,01,500. ഇതാണ് ഏത്? ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം പ്ലസ് സർചാർജ് വരെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ടാക്സ് അറ്റ് ത്രഷോൾഡ് ലെവൽ. ലോവർ സ്ലാബാണ് ഉദ്ദേശിക്കുന്നത്. ഏതാ ത്രഷോൾഡ് ലെവൽ?
ത്രഷോൾഡ് ലെവൽ എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ സർചാർജിന്റെ സ്ലാബ്, നിയറസ്റ്റ് സർചാർജിന്റെ സ്ലാബ്. ഏതൊക്കെ സർചാർജിന്റെ സ്ലാബ്? 50, 50 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി. ഇതാണ് നമ്മുടെ സർചാർജിന്റെ സ്ലാബ് അല്ലേ? 50 ലക്ഷം കടന്നാലേ സർചാർജ് ഉള്ളൂ. 1 കോടി കടന്നാലേ റേറ്റ് മാറും, പിന്നെ 2 കോടി കടന്നാലേ റേറ്റ് മാറും. സോ 50, 1, 2, 5 ഇതാണ് നമ്മുടെ സർചാർജിന്റെ സ്ലാബ്. ഓക്കെ, സോ ഇവിടെ വരുന്ന നിയറസ്റ്റ് ത്രഷോൾഡ് ലെവൽ ഏതാ? 1 കോടി അല്ലേ? അത് ലോവർ സ്ലാബാണ് നോക്കേണ്ടത്, മേലേക്കുള്ളതല്ല. ഇപ്പം നിങ്ങളുടെ ഇൻകം 99 ലക്ഷമാണ്, 99 ലക്ഷം ആയിരുന്നെങ്കിൽ നിങ്ങൾ ഏത് സ്ലാബ് എടുക്കണം? 50 ലക്ഷം വേണം കൺസിഡർ ചെയ്യാൻ. നിയറസ്റ്റ് 1 കോടി എന്ന് പറഞ്ഞാൽ 1 കോടി അല്ല എടുക്കണ്ടേ, ലോവർ സ്ലാബ്. നിങ്ങൾ ആ ഇൻകത്തിൻ്റെ താഴെയുള്ള സ്ലാബേ നോക്കാവുള്ളൂ, ഇൻകത്തിന് മേലേക്ക് പോകരുത്. ഓക്കെ, മേലേക്ക് പോയാൽ റേറ്റ് കൂടുതലേ ഉള്ളൂ, റേറ്റ് കൂടുള്ളൂ. സോ ഏത് റേറ്റ് നോക്കാവുള്ളൂ? താഴെയുള്ള സ്ലാബ് വേണം നോക്കാൻ. അതാണ് ലോവർ സ്ലാബ് എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ ഇൻകം 1 കോടി 1 ലക്ഷം രൂപയാണ്. സോ അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ലാബ് ഏതാ? 1 കോടി. സോ കമ്പ്യൂട്ട് ടാക്സ് അറ്റ് ത്രഷോൾഡ് ലെവൽ. അതായത് നിങ്ങൾക്ക് 1 കോടി ആയിരുന്നു നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങളുടെ ടാക്സ് എത്ര വരും? ടാക്സ് ഫോർ 1 crore. സോ അവിടെ ബേസിക് ടാക്സ് വാടിയാണ്, സർചാർജ് വാടിയാണ്. എത്ര വരും ബേസിക് ടാക്സ്? 20. ബേസിക് ടാക്സ് മാത്രം 25,80,000 പ്ലസ് സർചാർജ്. എത്ര വരും സർചാർജ്? ഏത് സ്ലാബാ? 10% അല്ലേ? 10% ഉള്ളൂ. 1 കോടിക്കല്ലേ ഉള്ളൂ, എനിക്ക് 1 കോടിയല്ലേ ഉള്ളൂ. സോ എക്സാക്ട് 1 crore ആണെങ്കിൽ നമുക്ക് എത്ര സർചാർജ് ഉള്ളൂ? 10%. സോ നമ്മൾ ഫസ്റ്റ് 15 ആയിരുന്നു, സോ ഇനി വരാൻ പോകുന്നത് 10%. സോ എത്ര ആയി? 2,58,000. സോ എത്ര വന്നു ടോട്ടൽ? 28,38,000. തീർന്നോ? തീർന്നിട്ടില്ല, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഇനി എന്താ ആഡ് ചെയ്യണ്ടേ? പ്ലസ് ടോട്ടൽ ഇൻകം മൈനസ് ത്രഷോൾഡ് ലിമിറ്റ്. എത്രയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം? 1 കോടി 1 ലക്ഷം, അതല്ലാതെ ടോട്ടൽ ഇൻകം മൈനസ് ത്രഷോൾഡ് ലിമിറ്റ്. എത്രയാണ് ത്രഷോൾഡ് ലിമിറ്റ്? 1 crore. സോ അതിൻ്റെ ഡിഫറൻസ് എത്ര വരും? 1 lakh. സോ ആ 1 lakh വേണം ആഡ് ചെയ്യാൻ. സോ ഇനി ആഡ് ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം മൈനസ് ത്രഷോൾഡ് ലിമിറ്റ്. എത്രയാണ്? 1 കോടി 1 ലക്ഷം മൈനസ് 1 കോടി. സോ 1 crore കൂടെ ആഡ് ചെയ്യാം. സോ അപ്പോൾ എത്ര വന്നു? 29,38,000. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സോ ഇതാണ് സ്റ്റെപ്പ് 2. സോ നമുക്ക് സ്റ്റെപ്പ് 1 എന്ത് കിട്ടി? 30,01,500. സ്റ്റെപ്പ് 2 29,38,000 കിട്ടി. ഇനി സ്റ്റെപ്പ് 3 എന്താ പറഞ്ഞേ? ഇഫ് 1 greater than 2. ഇവിടെ ഏതായിരുന്നു 1? 30,05,000. 1 greater than 2 ആണോ? അല്ലേ? ആണ്. 1 30 lakh ഉണ്ട്, 2 29 lakh ഉള്ളൂ. സോ 1 greater than 2 ആണ്. 1 greater than 2 ആണെങ്കിൽ എത്രയാണ് നമ്മുടെ റിലീഫ്? 1 - 2 ആണ് റിലീഫ്. എത്ര വരും 1 - 2? ഇതിന് ഡിഫറൻസ് ഏതാ? 30,05,000 29,38,000 തമ്മിലുള്ള റിലീഫ്. സ്റ്റെപ്പ് 3 റിലീഫ്. സോ അപ്പോൾ എത്രയുണ്ട്? 30,01,500 മൈനസ് 29,38,000. സോ അപ്പോൾ എത്ര കിട്ടി? 63,500. സോ ഇതാണ് എന്ത് നമുക്ക് കിട്ടുന്ന റിലീഫ്. ഇതാണ് മാർജിനൽ റിലീഫ്. ഓക്കെ, സോ അപ്പോൾ എത്ര ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും? ഏത് ടാക്സ് അടയ്ക്കേണ്ടി വരും? 30,05,000 നിന്ന് അത് അടയ്ക്കണോ? വേണ്ട, അതിന് എന്ത് കുറയ്ക്കണം? 63,500 കുറയ്ക്കണം. സോ നമ്മൾ ബേസിക് ടാക്സിൻ്റെ ഫോർമാറ്റ്. സോ ആദ്യം ബേസിക് ടാക്സ് എത്രയാണ്? ബേസിക് ടാക്സ് വന്നേ 26,10,000 അല്ലേ? 26,10,000 ആയിരുന്നു ബേസിക് ടാക്സ്. ആഡ് സർചാർജ്. എത്ര വന്നു സർചാർജ്? 3,91,500. സോ ടോട്ടൽ വന്നപ്പോൾ 30,01,500. ഇനി ലെസ് നമുക്ക് എന്തുണ്ട്? മാർജിനൽ റിലീഫ് ഉണ്ട്. റിലീഫ് എത്ര കിട്ടി? 63,500. സോ ഇപ്പോൾ എത്ര കിട്ടി എമൗണ്ട്? 29,38,000. ഓക്കെ, 29,38,000. ഇതിനല്ലേ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തേ. ക്ലിയർ ആയോ? ഓർമ്മ ചെയ്തേ.
സോ നെക്സ്റ്റ് ഇനി റിലീഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ടോട്ടൽ ഇൻകം total income 4 crore 20 lakh. Total income 4 crore 20 lakh. Comprising long time capital gain at 12.5%, 80 lakh. Long term capital gain at 12.5%, 80 lakh. Short term capital gain at 20%, 28 lakh. Dividend ഒരു കോടി 15 ലക്ഷം രൂപ. ഡിവിഡൻഡ് 1 crore 15 lakh. Okay. Compute tax liability in default tax regime. Compute tax liability in default tax regime. ഡിവിഡൻഡ് ഏത് റേറ്റ് ടാക്സ് അടയ്ക്കണം എന്നാണ് പറഞ്ഞത്? ഡിവിഡൻഡിൻ്റെ നോർമൽ സ്ലാബ് റേറ്റ് തന്നെ. നിങ്ങൾ ആദ്യം ബേസിക് ടാക്സ് മാത്രം ഒന്ന് കമ്പ്യൂട്ട് ചെയ്തേ. സർചാർജ് അവിടെ നിൽക്കട്ടെ, ബേസിക് ടാക്സ് മാത്രം. നിങ്ങൾക്ക് LTCG തന്നിട്ടുണ്ട്, STCG തന്നിട്ടുണ്ട്, ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. സോ ബാക്കി ഇപ്പോൾ നോർമൽ ഇൻകം ഇപ്പോൾ എത്രയുണ്ട്? നോർമൽ ഇൻകം എത്രയുണ്ട്? നോർമൽ ഇൻകം എത്ര? 1 crore 97 lakh. പിന്നെ ബേസിക് ടാക്സ് മാത്രം ഒന്ന് കമ്പ്യൂട്ട് ചെയ്തേ. LTCGക്ക് എത്ര കിട്ടി? LTCGയുടെ ടാക്സ് 80 ലക്ഷം ഇൻറ്റു 12.5%. എത്ര വന്നു? 10 ലക്ഷം രൂപ. STCGക്ക് 28 lakh ഇൻറ്റു 20%, 5,60,000. ദെൻ ഡിവിഡൻഡ് എന്ത് ചെയ്യും?
ഡിവിഡൻഡ് സ്ലാബ് റേറ്റ് ആണ് എന്ന് വെച്ചാൽ ഡിവിഡൻഡ് സെപ്പറേറ്റ് ആണോ ചെയ്യേണ്ടത്? അല്ല, ഡിവിഡൻറ്റും അതർ ഇൻകം കൂടെ ഒരുമിച്ച് വേണം സ്ലാബ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഡിവിഡൻഡ് നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് എന്തിനു തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് സർചാർജ് ആണ്. അതുകൊണ്ടാണ് ഡിവിഡൻഡ് സെപ്പറേറ്റ് തന്നേക്കുന്നത്. ക്ലിയർ? അതിന് സർചാർജ് സെപ്പറേറ്റ് ആണ്. സോ അതുകൊണ്ടാണ് സെപ്പറേറ്റ് തന്നേക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിക്കേ. ടോട്ടൽ ഇൻകം 420 പകരം 430 ആക്കിയോ? 4 കോടി 30. സോ അപ്പോൾ നോർമൽ ഇൻകം 197 അല്ല, 2 കോടി 7 ലക്ഷം. 2 കോടി 7 ലക്ഷം. മാത്രം മതി. സോ അപ്പോൾ LTCGക്ക് ടാക്സ് കിട്ടി, STCGന് ടാക്സ് കിട്ടി. സോ ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവിഡൻറ്റും നോർമലും കൂടെ ഒരുമിച്ചുള്ള ഇൻകത്തിന് സ്ലാബ് അപ്ലൈ ചെയ്യണം. സോ അപ്പോൾ എത്ര വന്നു? ബേസിക് ടാക്സ് ഓൺ എത്ര എമൗണ്ട് ഉണ്ട്? 2 കൂടെ ചേർത്താൽ 2 കോടി 7 ലക്ഷം പ്ലസ് 3 കോടി 22 ലക്ഷമല്ലേ ടോട്ടൽ വരിക? 3 crore 22 lakhന് മേലുള്ള ടാക്സ്. അത് ഇനീഷ്യലി 0 to 4 നില്ല്, 4 to 8 20,000, 8 to 12 40,000, 12 to 16 16 to 20, 20 to 24, 24 above. കിട്ടിയോ? 96,60,000. സോറി ഞാൻ എഴുതി മാറിപ്പോയി. 89,40,000. അപ്പോൾ 92,40,000. 92,40,000. ഇവിടെ വരെ കിട്ടിയോ? സോ ഇപ്പോൾ എന്ത് മാത്രമേ ആയുള്ളൂ? ബേസിക് ടാക്സ് മാത്രമേ ആയുള്ളൂ അല്ലേ? സോ അപ്പോൾ ടോട്ടൽ ബേസിക് ടാക്സ് എത്രയായി? 92,40,000 പ്ലസ് 10 ലക്ഷം 5,60,000. സോ അപ്പോൾ ടോട്ടൽ എത്രയായി? ബേസിക് ടാക്സിന് മാത്രം ടോട്ടൽ 1 crore 8 lakh അല്ലേ? സോ ബേസിക് ടാക്സിൻ്റെ ടോട്ടലാണ് 1 crore 8 lakh. സോ ഇനി എന്താ ആഡ് ചെയ്യണം? ആഡ് സർചാർജ്. ഓക്കെ, സർചാർജ് എന്ത് നോക്കണം? സോ ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻകം 2 കോടി എക്സീഡ് ചെയ്തു. 2 കോടി എക്സീഡ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ സ്പ്ലിറ്റ് തന്നിട്ടുണ്ട്. സ്പ്ലിറ്റ് തന്നാൽ ആദ്യം സ്പെഷ്യൽ ഇൻകത്തിന് 15% അല്ലേ? സോ അപ്പോൾ LTCGക്ക് 15%, STCGക്ക് 15%, ഡിവിഡൻറ്റിനും 15% അല്ലേ? ഡിവിഡൻറ്റും ഇവിടെ സ്പെഷ്യൽ ഇൻകം അല്ലേ? ഡിവിഡൻറ്റ് പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പഠിച്ചേ. സോ ഡിവിഡൻറ്റും സ്പെഷ്യൽ ഇൻകം ആണ്. സോ LTCGയിൽ 15% എത്ര വരും? ഈ 10 ലക്ഷത്തിൻ്റെ 15%. STCGക്ക് ഈ 5,60,000 15% അല്ലേ? സോ അപ്പോൾ എത്ര വന്നു? LTCGയുടെ മേലുള്ളതെന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഇൻറ്റു 15%. സോ 1,50,000. ദെൻ STCGയുടെയോ 5.6 lakh ഇൻറ്റു 15%. അത് എത്ര വന്നു? 84,000. 84,000. ഇനിയുള്ള ഏതാ? ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് ടാക്സ് അലോൺ എത്രയാണെന്ന് അറിയാമോ? ഇല്ല. ഡിവിഡൻറ്റ് ടാക്സ് എവിടെയുണ്ട്? സ്ലാബ് റേറ്റിലുണ്ട് അല്ലേ? സ്ലാബിന് ടോട്ടൽ എത്ര കിട്ടിയേ? 92,40,000. ഇത് അലോൺ ഡിവിഡൻറ്റിൻ്റെ മാത്രമാണോ? അല്ല. ഇത് ഏതിൻ്റെയൊക്കെ ഇൻകോ? ഏതിൻ്റെയൊക്കെ ടാക്സാ? ഈ 1 കോടി 15 ലക്ഷം ഡിവിഡൻറ്റിൻ്റെ 2 കോടി 7 ലക്ഷം നോർമലി. ഇത് രണ്ടിൻ്റെയും കൂടെ ചേർത്തുള്ള ടാക്സ് അല്ലേ അത്? എത്ര എമൗണ്ട്? 92 lakh അല്ലേ? സോ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ട് 92,40,000 കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് 2 ഇൻകം ഉണ്ട്. ഏതൊക്കെയാണ് 2 ഇൻകം? ഡിവിഡൻറ്റും ഉണ്ട്, ബാക്കിയുള്ള നോർമൽ ഇൻകം ഉണ്ട്. സോ ഡിവിഡൻറ്റിൻ്റെ ഇൻകം എത്രയായിരുന്നു? 1 കോടി 15 ലക്ഷം രൂപ അല്ലേ? നോർമലോ 2 കോടി 7 ലക്ഷം രൂപ. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടാക്സ് എത്ര വരും?
ഇതിനെ പ്രൊപ്പോർഷനലി സ്പ്ലിറ്റ് ചെയ്യുക. 92,40,000 അല്ലേ ടോട്ടൽ. സോ അപ്പോൾ 92,40,000 ഇൻറ്റു 1,15,00,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ 3,22,00,000. സോ ഇതാണ് ഡിവിഡൻറ്റിൻ്റെ മാത്രം ടോട്ടൽ അല്ലേ. ഈ 1,15-നും 2,7-നും കൂടെ കൂട്ടിയുള്ള ടാക്സ് അല്ലേ 92,40,000 രൂപ. സോ അപ്പോൾ അതിൽ 1,15-ന് മാത്രം ടാക്സ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? സോ അതിനെ പ്രപ്പോർഷനേറ്റ് എടുക്കുക. 92,40,000 ഇൻറ്റു 1,15,00,000 ഡിവൈഡ് ബൈ 3,22,00,000. ഇത് ഏതാ ഡിവിഡൻറ്റ്, ഇതോ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ. ക്ലിയർ ആയോ? സോ പ്രപ്പോർഷനേറ്റ് ചെയ്യുക, രണ്ട് അതേപോലെ ചെയ്യുക. സോ അപ്പോൾ നോർമൽ എത്ര വന്നു? സെയിം 92,40,000 ഇൻറ്റു 2,07,00,000 ഡിവൈഡഡ് ബൈ 3,22,00,000. 3,22,00,000. സോ അപ്പോൾ എത്ര വന്നു ഡിവിഡൻറ്റിന് മാത്രം? 33 lakh. 33 lakh എക്സാക്ട് 33 ആണ്. ഓക്കെ. സോ അപ്പോൾ 33 lakh ആണ് ഡിവിഡൻറ്റിൻ്റെ മാത്രം ടാക്സ്. ക്ലിയർ ആയോ? സോ അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ മാത്രം എത്ര വരും? 33 lakh ഇൻറ്റു 15%. ഡിവിഡൻറ്റും 15% തന്നെയല്ലേ. ഡിവിഡൻറ്റ് നമുക്ക് സ്പെഷ്യൽ ഇൻകം അല്ലേ. സോ 33 lakh ഇൻറ്റു 15%. സോ അപ്പോൾ എത്രയായി? 4,95,000. ഇനി ബാക്കിയുള്ള നോർമൽ ഇൻകത്തിൻ്റെ മേലെ അതിൻ്റെ ടാക്സ് എത്ര ഉണ്ടായിരുന്നു റിമൈനിങ്? എത്ര? 59,40,000. സോ അതിൻ്റെ മേലെ എത്ര വരും? 15 ആണോ 10 ആണോ 25 ആണോ എത്ര വരും? ടോട്ടൽ ഇൻകം 2 കോടി കടന്നു. നോർമൽ ഇൻകം എത്രയുണ്ട്? നോർമൽ ഇൻകം 2 കോടി കടന്നു. സോ അതിന് എത്ര വരും? 25%. സോ 59,40,000 ഇൻറ്റു 25%. എത്രയായി? എത്ര? 14,85,000. സോ അപ്പോൾ എത്രയായി സർചാർജിൻ്റെ മാത്രം ടോട്ടൽ? 22,14,000. സോ അപ്പോൾ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 22,14,000 പ്ലസ് 1,08,00,000 1,30,14,000 പ്ലസ് ഇനി 4% HEC 5,20,560. $1,35,34,560. ക്ലിയറായോ? സോ അപ്പോൾ എക്സ്ട്രാ ഡിവിഡൻറ്റ് വന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം? ഡിവിഡൻറ്റ് വന്നാൽ നിങ്ങളുടെ ടോട്ടൽ സ്ലാബ് ടാക്സിന് നമ്മൾ ഡിവിഡൻറ്റിന് എത്ര നോർമൽ ഇൻകത്തിന് എത്ര എന്നുള്ളത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ അതാണ് അഡീഷണൽ ഡിവിഡൻറ്റ് വന്നാൽ നിങ്ങൾ അഡീഷണൽ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ബാക്കി ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് നോർമലി സ്പെഷ്യൽ റേറ്റിൽ തന്നെ ടാക്സ് അടയ്ക്കുന്നത് അല്ലേ. 20% അല്ലെങ്കിൽ 15% സ്പെഷ്യൽ റേറ്റ് ആണ് ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഓൾറെഡി അതിൻ്റെ ടാക്സ് സെപ്പറേറ്റ് എത്രയെന്ന് കിട്ടും. പക്ഷേ ഡിവിഡൻറ്റ് ഉണ്ടെങ്കിൽ ടാക്സ് സെപ്പറേറ്റ്ലി കിട്ടില്ല. കാരണം ഡിവിഡൻറ്റ് നമ്മൾ ഏത് റേറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ? സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ നോർമൽ ഇൻകത്തിനും സ്ലാബ് റേറ്റ് ആണ്. സോ ഡിവിഡൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സും നോർമലിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സും മിക്സ് ആയിട്ടാണ് കിട്ടുക. സോ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ടാക്സ് എത്ര ഡിവിഡൻറ്റിന് പോകണം എത്ര നോർമൽ ഇൻകത്തിന് പോകണം നമ്മൾ സെപ്പറേറ്റ്ലി സ്പ്ലിറ്റ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യണം. സോ അതിന് എന്ത് എടുക്കണം? ആ ടാക്സിനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ. അഡീഷണലി ഈ ഒരു പ്രൊപ്പോർഷൻ ചെയ്യുന്നൊരു കാര്യം മാത്രം നോക്കാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. പ്രൊപ്പോർഷൻ ചെയ്യുമ്പോൾ ഡിവിഡൻറ്റിന് ടാക്സ് കിട്ടും, ബാലൻസ് ഉള്ള നോർമൽ ഇൻകത്തിന് ടാക്സ്. ഓക്കെ. സോ ഡിവിഡൻറ്റിന് ഏത് റേറ്റിൽ പോകും? ഓൾവേസ് 15%. ബാക്കിയുള്ളതിനോ? അതിന് 15 വരാം, 25 വരാം, DTR ആണെങ്കിൽ വേണമെങ്കിൽ OTR ആണെങ്കിൽ 37 വരാം അല്ലേ. OTR ആണെങ്കിൽ അതിന് 37 വേണമെങ്കിൽ വരാം. ക്ലിയർ ആയോ? ഡിവിഡൻറ്റ് വന്നാൽ അഡീഷണൽ എന്ത് ചെയ്യണം എന്നുള്ളത്?